Good afternoon, all. Good afternoon. Good afternoon. Good afternoon, ma'am. Okay, good afternoon. Okay, നമ്മള് എന്താണ് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എടുക്കാവുന്നതാണ്. എല്ലാവരുടെയും കയ്യിൽ ഉണ്ടല്ലോ അല്ലേ? കമ്പ്യൂട്ടറിന്റെ ആ ചാപ്റ്റർ അവസാനിപ്പിച്ചു. എന്തായാലും വായിച്ചു നോക്കുന്നുണ്ടാവും അല്ലെ? ഇനി അധികം ചാപ്റ്റേഴ്സ് ഒന്നും ഇല്ല എല്ലാവർക്കും എടുക്കാനായിട്ട് അല്ലെ? അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്റർ, നമുക്കറിയാം ഇത് ഇച്ചിരി ലെങ്തി ചാപ്റ്റർ ആണ്, എങ്കിലും എന്താ പറയാ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു ഹോസ്പിറ്റലിലെ നമ്മൾ ഏതൊരു ഹോസ്പിറ്റലിൽ പോയാലും അവിടെ എന്താണ് അവിടുത്തെ ഒരു മോണിറ്ററിംഗ് നോക്കുമ്പോൾ അല്ലെ, വീണ്ടും വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് വരണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും എന്താണ് പ്രധാനമായിട്ട് സംതൃപ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ പേഷ്യൻസിന് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇൻട്രൊഡക്ഷനിൽ ജസ്റ്റ് ഞാൻ മനസ്സിലാക്കി, അതായത് നിങ്ങൾക്ക് മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു. അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരും അല്ലെ, പേഷ്യന്റിന് തൃപ്തികരമാണ് എങ്കിൽ മാത്രമാണ് അവിടെ വീണ്ടും വീണ്ടും അവര് രോഗികളെയും കൊണ്ട് അല്ലെ തീർച്ചയായിട്ടും അവിടേക്ക് കടന്നു വരികയുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ മാത്രമാണ് ഹോസ്പിറ്റല് നല്ല രീതിയിൽ മൂവ് ചെയ്ത് പോകാനായിട്ട് അല്ലെ, അത് കണ്ടിന്യൂ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നല്ല ഡോക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ നല്ല സേവനമാണ്, ഇതൊക്കെ എപ്പോഴും വിലയിരുത്തേണ്ടതുണ്ട്. നല്ല രീതിയിൽ വിലയിരുത്തുന്നതോടൊപ്പം തന്നെ അവരെ സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്, ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും അത് പിടിച്ചു നിൽക്കാനും ആ ഒരു മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനും പ്രോഫിറ്റബിൾ ആക്കി തന്നെ മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം, ഇൻട്രൊഡക്ഷനിൽ നോക്കാം. Patient satisfaction is a comparative phenomenon which has been around since the 1960s, but active research on the topic was started in the late 1970s and early 1980s. അതായത് നമുക്കറിയാം ഒരു താരതമ്യ പ്രതിഭാസമാണ് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അത് എന്താണ് സാധാരണ രീതിയിൽ എന്താണ് 1960 മുതൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ഒരു പേഷ്യന്റിന്റെ തൃപ്തി അല്ലെ, അത് ഉണ്ടെങ്കിൽ മാത്രമാണ് ഹോസ്പിറ്റലിന് നിലനിൽപ്പുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിഭാസം അത് എന്താണ് 1960 മുതൽ തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അതിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള ഗവേഷണ ഘട്ടം എന്ന് പറയുന്നത് ലേറ്റ് 1970 ആൻഡ് ഏർലി 1980 അല്ലെ, ആ ഒരു കാലഘട്ടങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ടുള്ള ആ ഒരു പ്രധാന ഗവേഷണ കാര്യങ്ങളൊക്കെ റിസർച്ച് ഒക്കെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സമയക്രമം. എന്താ പറയുന്നത്, ദിസ് ലെഡ് ടു ദ substitution of the idea of a quantity of life by a more patient-centered concept of a quality of life. അതായത് നമ്മള് അല്ലെ ഇൻ കേസ് നമുക്കറിയാം ഓരോ ഹോസ്പിറ്റൽ അല്ലെ, അവിടെ ജീവന്റെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്കറിയാം ഒരു പേഷ്യന്റിന്റെ ആരോഗ്യനില മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവിടെ നൽകുന്ന സംതൃപ്തി അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നൽകുന്ന ഒരു സർവീസ്, ആ ഒരു സർവീസ് എന്ന് പറയുന്നത് ജീവൻ രക്ഷാ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ആരോഗ്യം വീണ്ടെടുക്കുന്ന പ്രവർത്തനമാണ്. എങ്കിൽ കൂടി നമുക്കറിയാം കൂടുതൽ ഇപ്പോ അതിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ്, അവിടുത്തെ ജീവിത നിലവാരം അല്ലെ. ആ ഒരു ഹോസ്പിറ്റലില് എത്രത്തോളം നല്ല നിലവാരമുള്ള ഹോസ്പിറ്റലാണ് അതിന്റെ ബേസിൽ തന്നെയായിരിക്കും അവിടെ തീർച്ചയായിട്ടും പേഷ്യൻസ് വീണ്ടും വരാനായിട്ടുള്ള സാധ്യത. അതുകൊണ്ട് തന്നെയാ പറയുന്നത് മോർ കൺസെപ്റ്റ് ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെ. അവിടെ എന്താണ് ജീവിത നിലവാരത്തിൽ അവിടെ പേഷ്യന്റിന്റെ ആ ഒരു നിലവാരം എത്രത്തോളം അല്ലെ, അവിടെ സംതൃപ്തമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടോ, അതിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. Patient satisfaction incorporates the patient's perceived requirement, his expectations from the health system and the experience of health care.
സാധാരണ രീതിയിൽ ഓരോ പേഷ്യന്റും അല്ലെ, ഏതൊരു പേഷ്യന്റ് ആണെങ്കിലും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർക്ക് നല്ലൊരു അനുഭവം ഉണ്ടാവണം അല്ലെ. നല്ലൊരു അനുഭവം എന്ന് പറയുമ്പോൾ അതായത് അവരുടെ ആവശ്യങ്ങൾ അല്ലെ, അവര് റിസീവ്ഡ് റിക്വയർമെന്റ്സ്, പേഷ്യന്റിന്റെ ആവശ്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, തൃപ്തമാക്കുന്നുണ്ടോ, അത് തന്നെയായിരിക്കും ഏതൊരു പേഷ്യന്റും അല്ലെ ആഗ്രഹിക്കുന്നത്. ഏതൊരു പേഷ്യന്റ് ആണെങ്കിലും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നല്ല ഫെസിലിറ്റി, നല്ല ട്രീറ്റ്മെന്റ് ആണോ, നല്ല ഡോക്ടറിന്റെ സേവനമാണോ അല്ലെ, ഹോസ്പിറ്റലിന് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനെ ഒരു നല്ല അനുഭവമാണ് ഏതൊരു പേഷ്യന്റും അല്ലെ ആഗ്രഹിക്കുന്നത്. This multi-dimensional concept consists of both the medical and non-medical aspect of health care. നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ആ ഒരു വീക്ഷണകോണിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ബഹുമുഖ അല്ലെ മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് കെയർ. അതായത് നമുക്ക് ലഭ്യമാകുന്ന ആ ഒരു സർവീസിൽ മെഡിക്കൽ ആയിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ട്, ഒപ്പം തന്നെ നോൺ മെഡിക്കൽ ആയിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ട് അല്ലെ. ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും കൂടി അവൈലബിൾ ആകണം അല്ലെ. ഒരു പേഷ്യന്റ് തൃപ്തമാകണമെങ്കിൽ ഡോക്ടർ നഴ്സിന്റെ പരിചരണം മാത്രം മതിയാവോ അല്ലെ. അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെ, അവിടെ ട്രീറ്റ്മെന്റ് മാത്രമല്ല, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് രജിസ്ട്രേഷൻ ഒക്കെ നന്നായിട്ട് നടക്കണം അല്ലെ. ഒരു സ്കാനിങ് സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ സ്കാനിങ് ഒക്കെ നല്ല കൃത്യമായിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള എക്യുപ്മെന്റ് ഒക്കെ ആയിരിക്കണം. അങ്ങനെ പല ഘടകങ്ങളുണ്ട് അല്ലെ. ഒരു ട്രീറ്റ്മെന്റ് മാത്രമല്ല അവിടെ വരുന്നത്. അപ്പോ എന്താണ് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ആയിട്ടുള്ള ആക്സെപ്റ്റുകളെല്ലാം തന്നെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു തൃപ്തി എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മൾക്ക് എന്താണ് നമുക്ക് വീക്ഷണത്തിന്റെ ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റ് പാരഗ്രാഫ് എന്താന്നുള്ളത് അതായത് ഒരു മനസ്സിലാക്കിയെടുക്കുക. അതായത് ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാകുന്ന സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ട്. നമുക്കറിയാം സാറ്റിസ്ഫാക്ഷൻ ഒറ്റയ്ക്ക് അല്ലെ ഒരു കാരണവശാലും നമുക്ക് എന്താണ് ഒരു ഡോക്ടറിന്റെ മതിയായ സേവനം കൊണ്ട് മാത്രം തൃപ്തി എന്നുള്ള കണ്ടീഷനിലേക്ക് എത്താൻ പറ്റില്ല അല്ലെ. അവിടെ നമ്മൾ എൻട്രി ചെയ്തത് മുതൽ കേസ് നമുക്കറിയാം, അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചീറ്റ് എടുക്കുന്നത് മുതലുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. അത് മുതലുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു സേവനം ലഭ്യമാണെങ്കിൽ മാത്രമാണ് ഏതൊരു പേഷ്യന്റും സാറ്റിസ്ഫൈ ആവുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. എന്താണ് patient satisfaction is a measure of the extent to which a patient is satisfied with the health care which they got from their health care provider. അതായത് നമ്മൾക്ക് അല്ലെ സംതൃപ്തി എന്ന് പറയുന്നത് ഒരു മെഷർ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അളവ് പോലാണ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇൻ കേസ് നമുക്ക് ഒരു പ്രോഡക്റ്റ് ആണ് ഉത്പാദിപ്പിക്കണമെങ്കിൽ നമുക്കറിയാം ആ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഒരു ഫിനിഷിംഗ് ഉണ്ടോ, അതിന്റെ ഉപയോഗം കൊണ്ട് നമുക്ക് ഗുണമുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇല്ലേ, ഉണ്ടാവോ? അങ്ങനെയല്ലേ ഒരു പ്രോഡക്റ്റ് നമ്മൾ വിലയിരുത്തുക. ഓക്കെ, അതേസമയം നമ്മള് ഒരു സർവീസ് അല്ലെ, ഒരു സർവീസ് ആണ് നമ്മൾ നേടുന്നതെങ്കിൽ, ഇൻ കേസ് ഹോസ്പിറ്റലിലൊക്കെ സർവീസ് ആണ് നമ്മൾ നേടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക? അവിടെ വരുന്ന സർവീസ് കൈപ്പറ്റുന്ന വ്യക്തികള് ഓക്കെയാണോ, സാറ്റിസ്ഫൈഡ് ആണോ അല്ലെ, അതാണ് അവര് വിലയിരുത്തുന്നത് അല്ലെ. ആ ഗുണമേന്മയുള്ള സേവനമാണോ ലഭ്യമാകുന്നത് എന്ന് വിലയിരുത്തുമ്പോഴാണ് ആ സേവനം ഒക്കെയാണെന്ന് പറയുന്നത് അല്ലെ. അങ്ങനെ തന്നെയല്ലേ? അപ്പൊ ഇതിലേക്ക് പോരാ. അതായത് നമ്മളെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ മെഷർ ഓഫ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് എ പേഷ്യന്റ് ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ഹെൽത്ത് കെയർ. അതായത് ഹെൽത്ത് കെയറിൽ സാധാരണയായിട്ട് അല്ലെ നമുക്ക് എന്താണോ ലഭിക്കുന്നത് അത് മെഷർ ചെയ്യുമ്പോൾ വിലയിരുത്തുമ്പോഴാണ് വിച്ച് ദേ ഗോട്ട് ഫ്രം ദെയർ ഹെൽത്ത് കെയർ പ്രൊവൈഡർ. അത് ആരാ നമുക്ക് നൽകുന്നത്? നമുക്കറിയാം അവര് ദാതാക്കൾ അല്ലെ, അവര് നൽകുന്ന സേവനങ്ങൾ നൽകുന്ന ഡോക്ടേഴ്സ്, നഴ്സുമാര്, വിവിധ അല്ലെ എക്യുപ്മെന്റ്സുകൾ എല്ലാം തന്നെ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. ആ തരുന്നതെല്ലാം തന്നെ തൃപ്തികരമാണ് എങ്കിൽ അല്ലെ, അത് മെഷർ ചെയ്യുമ്പോൾ പേഷ്യന്റ് സാറ്റിസ്ഫൈ ആണ് എങ്കിൽ ആണ് ആ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം നൽകുന്ന സേവനം ഒക്കെയാണെന്ന് അല്ലെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് കൺസേൺഡ് വിത്ത് how patients access the quality of their healthcare experience.
അല്ലെ? അവിടെ പ്രധാനമായിട്ടും അതിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് അല്ലെ ആ ഒരു പേഷ്യന്റ് ആ ഹെൽത്ത് കെയർ അനുഭവത്തിൽ എത്രത്തോളമാണ് അവർക്ക് ക്വാളിറ്റി കിട്ടിയത്, അതായത് ഗുണമേന്മയുള്ള സർവീസ് അവർക്ക് ലഭ്യമായത് എങ്ങനെയെന്നുള്ളതാണ് ആ ഒരു തൃപ്തി എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. Then it is increasingly being evaluated in survey of healthcare settings as a maker of quality of care, together with the other dimensions of a quality like access, relevance to recurrence, effectiveness and efficiency. അതായത് നമുക്കറിയാം ഇത് അല്ലെ, നമ്മളിത് ഒറ്റയടിക്ക് നമുക്ക് ഇവാലുവേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കില്ല അല്ലെ. അത് എന്താ പറയുക, അത് അതിൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടതായിട്ട് വരും. അവരുടെ ആവശ്യങ്ങളൊക്കെ തൃപ്തികരമാക്കാൻ പറ്റിയോ, അത് ഫലപ്രാപ്തിയിലേക്ക് ആക്കാൻ, ഇൻ കേസ് ഒരു ട്രീറ്റ്മെന്റ് നൽകിയാൽ അത് ഫലപ്രാപ്തി കണ്ടുവോ, എഫിഷ്യന്റ് ആയിട്ട് തന്നെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ സാധിച്ചോ അല്ലെ, അതെല്ലാം തന്നെ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് തൃപ്തി എന്നുള്ളത് അല്ലെ, ഒരു സാറ്റിസ്ഫൈഡ് എന്നുള്ള ഘട്ടത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഈ കേസ് നമുക്കറിയാം ചില കാര്യങ്ങൾ ഒക്കെ ആണെങ്കിൽ മറ്റു ചിലതിന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് അല്ലെ ഒന്നിച്ച് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല അല്ലെ. ഇൻ കേസ് ഒരു ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫ് എൻട്രി ചെയ്യാനായിട്ട് ഒരുപാട് ഡിലേ ആവുന്നുണ്ടെങ്കിൽ, ഇൻ കേസ് ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പെട്ടാൽ ചിലപ്പോൾ ഒരുപക്ഷെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറാണ്, പക്ഷെ അതുവരേക്കുള്ള സേവനങ്ങൾ തൃപ്തികരമാണെന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ഇത് നമ്മൾ എടുത്തു പോവുക. നമുക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറയാനായിട്ട് പ്രധാനമായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷന്റെ ഒരു ചാപ്റ്ററിൽ എന്താ പറയുക, ക്വസ്റ്റ്യൻ തന്നെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു അധികം പഠിക്കേണ്ട ഒരു ചാപ്റ്റർ അല്ല അത്. കാരണം നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് വെച്ച് മൈൻഡിലേക്ക് ഓർത്താൽ മതി. അവിടെ തൃപ്തികരമാണ് എങ്കിൽ ഓക്കെ, നമ്മൾ അതിൽ അല്ലെ ആ ഒരു മെഷർമെന്റ് മാത്രമാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയാത്തക്ക വിധത്തിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് എന്തായാലും മോക്ക് ടെസ്റ്റ് ഞാൻ ഉൾപ്പെടുത്തും. അപ്പൊ അത്രയും തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുള്ളൂ. ഓക്കെ, നോക്കാം. എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ മെഷർ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇനി എന്താണ് പറയുന്നത് വീണ്ടും അല്ലെ, ഇറ്റ് ഈസ് ഇൻക്രീസിംഗ്ലി with how patient, okay, it is increasingly being evaluated in survey of healthcare settings as a make of quality of care, together with the other dimensions of quality like access, relevance to requirements, effectiveness and efficiency. അപ്പൊ കാര്യക്ഷമമായിട്ട് തന്നെയാണോ നമുക്ക് ലഭ്യമായത്, അല്ലെങ്കിൽ നമുക്കറിയാം ഫലപ്രാപ്തി അല്ലെങ്കിൽ കാര്യക്ഷമത ഇതെല്ലാം ഒക്കെയാണോ അല്ലെ, അത് വിചാരിച്ച രീതിയിലുള്ള ചിലപ്പോൾ ഡോക്ടർമാരെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന മെഡിസിൻസ് അത് കഴിച്ചാൽ മാറുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര റിസ്ക് എടുത്തിട്ടുള്ളതാണെങ്കിലും ഹോസ്പിറ്റലിൽ എത്ര അകലെയാണെങ്കിലും നമ്മൾ ആ ഹോസ്പിറ്റലിൽ എത്തിപ്പെടാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ പല ഘടകങ്ങളുണ്ട് അവിടെ, കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ എന്താണ് ഫലപ്രാപ്തിയുള്ള മെഡിസിൻസ് ആവാം, അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റ് അല്ലെ ആഗ്രഹിക്കുന്ന ആവശ്യങ്ങൾ കണ്ടറിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴവർക്ക് ഫലപ്രാപ്തിയിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് vital metric to scale overall health care quality. അതായത് പ്രധാനപ്പെട്ട ഒരു മെട്രിക് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സംതൃപ്തി അളക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ത് പേഷ്യന്റിന്റെ ക്വാളിറ്റി അളക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു സ്കെയിലാണ്. With the help of a patient satisfaction surveys, continuous measuring of a patient satisfaction and enhancing patient experience can be achieved. Okay, നമ്മൾ സാധാരണ രീതിയിൽ ഈ ഒരു തൃപ്തികരമാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാം? ഇപ്പൊ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അത് ഗുണമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ടേസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചോ നോക്കുമ്പോൾ മനസ്സിലാവും അല്ലെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു തൃപ്തികരമാകണോ എന്നുള്ളത് നോക്കണമെങ്കിൽ പല രീതിയിലുണ്ട് അല്ലെ. ഒരു സർവേ മെത്തേഡ് നോക്കിക്കഴിഞ്ഞാൽ തൃപ്തികരമാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ? ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ വരുന്ന പേഷ്യൻസിനോടൊക്കെ ഓക്കെ, അതെങ്ങനെയായിരിക്കും പേഷ്യൻസിനോട് എങ്ങനെയാ അത് കൈകാര്യം ചെയ്തു? അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങളിങ്ങനെ അല്ലെ കേട്ടുകൊണ്ടേയിരിക്കേണ്ട ഒരു അവസ്ഥ വരും. ഇത് സാധാരണ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, പക്ഷെ വലിയൊരു ചാപ്റ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നെ അത് ഒന്നിച്ച് തന്നെ മൂവ് ചെയ്യാം. എങ്ങനെയാ ഒരു സാധാരണ രീതിയിൽ സർവേ നടത്തുക? എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കുവോ?
അതെ, യെസ്. ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിരിക്കും ചോദിക്കുക അല്ലെ. അവർ ചോദ്യങ്ങൾ ചോദിക്കും. എങ്ങനെയായിരിക്കും ചോദിക്കുക? നിങ്ങൾ അല്ലെ ഡിലേ ആയോ, സമയത്തിന് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, അല്ലെ ട്രീറ്റ്മെന്റ് ഓക്കെ ആണോ, എവിടുത്തെ സർവീസുകൾ കേസ് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, അല്ലെ ഒരു സർവേ നടത്തും അല്ലെ, അങ്ങനെയല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് അവര് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൻസറുകൾ കൊടുക്കും. ഇൻ കേസ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അവിടെ എന്താണ് റോങ് ആയിട്ടുള്ള ആൻസറുകൾ അല്ലെ, സോറി റോങ് ആയിട്ടല്ല, അവരുടെ ആ ഒരു റിയാക്ഷൻ റെസ്പോൺസ് അവർ തീർച്ചയായിട്ടും പറയും അല്ലെ. ഇല്ല അവിടെ ഇത്രയും ഡിലേ ആയി, അല്ലെങ്കിൽ ഈ മെഷീന്റെ ഉപയോഗം വളരെ സ്ലോ ആണ്, അതല്ലെങ്കിൽ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് അല്ലെ നമ്മളിപ്പോ രണ്ടാമത്തെ 2 പ്രാവശ്യമായി വരുന്നത് അല്ലെ, പല റീസണുകളുണ്ടാവും തൃപ്തികരമല്ല എങ്കിൽ. ശരിയല്ലേ? ഓക്കെ, അത് തന്നെയാണ് ഈ പാരഗ്രാഫിലും എടുത്തു തന്നെ പറയുന്നത്. എന്താണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, കണ്ടിന്യൂസ് മെഷറിംഗ് ഓഫ് എ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എൻഹാൻസിംഗ് പേഷ്യന്റ് എക്സ്പീരിയൻസ് ക്യാൻ ബി അച്ചീവ്ഡ് അല്ലെ. അവര് ഓരോ പ്രാവശ്യവും അവരുടെ എക്സ്പീരിയൻസുകൾ എത്രത്തോളം നിങ്ങൾ നേടി എന്നുള്ള കാര്യമൊക്കെ ഈ സർവേ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മെഷർ ചെയ്യും. ഇറ്റ് ഈസ് എ വാല്യുബിൾ ടൂൾ ടു ക്യാച്ച് പേഷ്യന്റ് ഫീഡ്ബാക്ക് വിത്ത് മച്ച് എഫേർട്ട്. അധികം എഫേർട്ട് ഇല്ലാതെ തന്നെ പേഷ്യന്റിന്റെ ഈ കാര്യങ്ങളൊക്കെ അല്ലെ ഫീഡ്ബാക്കുകളൊക്കെ ചോദിച്ചറിയുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ടൂൾ തന്നെയാണ്. കാരണം നമ്മളിങ്ങനെ ചോദിച്ചറിയുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം ഓക്കെയാണ് എന്നുള്ളത് വിലയിരുത്താൻ സാധിക്കും അല്ലെ. അത് തന്നെയല്ലേ ഉദ്ദേശം? അങ്ങനെ ചോദിക്കുന്നതിനെ കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഓക്കെയാണോ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഓക്കെയാണോ, സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ അല്ലെ, അത് തിരിച്ചറിയാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും patient satisfaction was evaluated by questionnaire developed with the patients with gathered information about the time spent at appointments, travel costs and perceptions of quality of a service etc. അതായത് വ്യത്യസ്ത ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കും അല്ലെ, എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം, എന്താണ് നിങ്ങളുടെ അല്ലെ ക്വാളിറ്റിയുമായി നിങ്ങളുടെ ധാരണയൊക്കെ ശരിയാണോ, അവിടുത്തെ സർവീസുകളൊക്കെ ഓക്കെയാണോ അല്ലെ, നിങ്ങൾ ഉദ്ദേശിച്ച മാതിരി തന്നെയുള്ള സർവീസ് കിട്ടുന്നുണ്ടോ, വരാനൊക്കെ ആയിട്ട് ഒരുപാട് ചെലവുകളായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് സമയം എടുത്തോ, അപ്പോയിന്റ്മെന്റ്സിനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സമയം എടുത്തോ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കും, പേഷ്യൻസിനോട് ചോദിക്കും. അങ്ങനെയാണ് ഇൻഫോർമേഷൻസ് ഒക്കെ അവര് ഗ്യാദർ അല്ലെ എന്താണ് നേടിയെടുക്കുന്നത്, ശേഖരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ മെത്തോഡ് കൂടിയിട്ടാണ് ഈ പേഷ്യൻസിൽ നിന്നെല്ലാം ഈ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? വീണ്ടും എന്താണ് അങ്ങനെ വരുമ്പോ നമുക്കറിയാം ഈ ഫീഡ്ബാക്ക് നോക്കി കഴിയുമ്പോൾ എന്താണ് ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പറഞ്ഞ എന്താണ് കംപ്ലൈന്റ് ഉണ്ടാവാം, ചിലതൊക്കെ ഓക്കെ ആണെന്ന് പറയും അല്ലെ. അതൊക്കെ തന്നെയാണ് അടുത്തതിൽ നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ് ആണ് വൈറ്റൽ വേ ടു സ്കെയിൽ ഹൗ യുവർ പേഷ്യൻസ് ഫീൽ അബൌട്ട് ദെയർ എക്സ്പീരിയൻസ് വിത്ത് യുവർ പ്രാക്ടീസ്. ഓക്കെ, അവരുടെ ആ ഒരു എക്സ്പീരിയൻസുമായിട്ട് അതായത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളെല്ലാം അല്ലെ എങ്ങനെയാണ് ഫീൽ ചെയ്തത്, അതായത് അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റിയത്, ഓക്കെയാണോ അല്ലെ, അവർക്ക് അത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റിയോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു അളവുകോല് തന്നെയാണ്. Then satisfied patients are more probable to recommend your practice to others. നമുക്കറിയാം നല്ല പേഷ്യൻസ് അല്ലെ നല്ല സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് എന്തിലേക്ക് അവരെ കൊണ്ടുവന്നെത്തിക്കും, മറ്റു വ്യക്തികളെ കൂടി ഈ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കും അല്ലെ, റെക്കമെൻഡ് ചെയ്യിപ്പിക്കും. ശരിയല്ലേ? നല്ല ഹോസ്പിറ്റൽ സേവനമാണെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ കാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ ഇൻഫോം ചെയ്യും അല്ലെ, ഇന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നമുക്ക് നേരത്തെ പോകാനൊക്കെ സാധിച്ചു അല്ലെ, വരാനും സാധിച്ചു, ഒപ്പം തന്നെ നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു, പെട്ടെന്ന് തന്നെ സുഖമൊക്കെ മാറി അല്ലെ, അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യില്ലേ? ഓക്കെ ഓക്കെ, റെക്കമെൻഡ് ചെയ്യും അല്ലെ. ആൻഡ് ദേ ആർ ഓൾസോ ലെസ് പ്രോബബിൾ ടു ഫയൽ കംപ്ലൈന്റ്സ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അധികം കംപ്ലൈന്റും ഉണ്ടാവില്ല അല്ലെ. നല്ല രീതിയിലുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അന്തരീക്ഷമാണ് എങ്കിൽ മറ്റുള്ളവരെ അങ്ങോട്ടേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും, വലിയ കംപ്ലൈന്റുകളും പരാതികളും ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലെ. ഇനി നെക്സ്റ്റ് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ് ഓഫ് ക്വാളിറ്റി അല്ലെ. നമ്മൾ നേരത്തെ കണ്ടു ഗുണമേന്മ അത് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയാം നമുക്ക് എന്തിനാ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പരിഗണിക്കുമ്പോൾ.
The measurement of patient satisfaction is an important tool for research, administration and planning. അപ്പൊ ഇങ്ങനെ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള കാര്യം അത് ഇൻ കേസ് ക്വസ്റ്റ്യനെയറോ അല്ലെങ്കിൽ സർവേ അങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അല്ലെ, അത് വെച്ചുകൊണ്ട് ഗവേഷണം നടത്താനും അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങൾക്കും പ്ലാന് ആസൂത്രണ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഈ ടൂൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്ലെ. ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ട്, അതെങ്ങനെയാന്നുള്ളതിന്റെ ബേസിൽ ചില കാര്യങ്ങളൊക്കെ അവർക്ക് തീരുമാനിക്കാൻ അല്ലെ, മാനേജ്മെന്റിനാണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കാം. ഫൈൻഡ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ disease index for ascertaining the quality services and the way in which they are given by medical staff. Satisfaction with the physician, nurses, equipment, housekeeping, billing and food services are the main determinants of overall satisfaction in hospital patients. നമ്മൾ സാധാരണയായിട്ട് അല്ലെ, നമ്മൾ ഒരു നിർണായക ഘടകമാണ് എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള കാര്യങ്ങൾ അളക്കുമ്പോൾ അതൊരു നിർണായക ഘട്ടത്തിലേക്കാണ് എത്തിക്കുന്നത്. പൊതുവെ നമ്മളെ കണ്ടു അല്ലെ, കാരണം ആ തീരുമാനങ്ങളും ഈ പേഷ്യന്റ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള ബേസിലാണ് എടുക്കാനായിട്ട് സാധിക്കുക അല്ലേ. മനസ്സിലാവുന്നുണ്ടോ? സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു ടൂള് മെഷീനിൽ നിന്നല്ല, പക്ഷെ അതിൽ നിന്നാണ് കുറെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലെ. കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് വരുത്തണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കാനൊക്കെ ആയിട്ട് പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതൊരു പ്രധാനപ്പെട്ട ടൂൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ ഡിസീസ് ഇൻഡെക്സ് അല്ലെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു നിർണായക സൂചികയാണ് ഫോർ അസർട്ടൈനിങ് ദ ക്വാളിറ്റി സർവീസസ്. അതായത് ക്വാളിറ്റി അളക്കാൻ പറ്റുന്ന ഒരു നിർണായക സൂചിക എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ. ആൻഡ് ദേ വേ ഇൻ വിച്ച് ദേ ആർ ഗിവൺ ബൈ മെഡിക്കൽ സ്റ്റാഫ് അല്ലെ. അത് ഇൻ കേസ് മെഡിക്കൽ സ്റ്റാഫിന്റെ ഇടയിലാണെങ്കിലും നമുക്കറിയാം ഒരു നിർണായക കാര്യം തന്നെയാണ്. നമുക്കറിയാം നല്ല സ്റ്റാഫാണോ, നല്ല ഡോക്ടറിന്റെ സേവനമാണോ, നല്ല നഴ്സുമാരുടെ സേവനമാണോ, ഇതൊക്കെ നമ്മൾ ചോദിച്ചറിയും അല്ലെ. തീർച്ചയായിട്ടും ചോദിച്ചറിയുമ്പോൾ അവര് കൃത്യമായിട്ടുള്ള മറുപടികൾ പറയും. സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ ഫിസിഷ്യൻസ്, നഴ്സസ്, equipment, housekeeping, billing and food services are the main determinants of overall satisfaction in hospital patients. അപ്പൊ പേഷ്യന്റിന്റെ മൊത്തത്തിലുള്ള തൃപ്തി അത് തീരുമാനിക്കുന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ്. നമ്മൾ പറഞ്ഞു ജസ്റ്റ് ഒരു ട്രീറ്റ്മെന്റിന്റെ ബേസിലല്ല. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഡിറ്റർമിനൻസ്, അതിന്റെ ഘടകങ്ങൾ, നിർണായക ഘടകങ്ങൾ എന്തൊക്കെ പെടാം. അതായത് ജസ്റ്റ് ഒരു ട്രീറ്റ്മെന്റ് നല്ലതാണെന്ന് മാത്രം പോരാ, സാറ്റിസ്ഫാക്ഷൻ എന്ന ഘട്ടത്തിലേക്ക് എത്തണമെങ്കിൽ അവിടെ എല്ലാം വേണം അല്ലെ. സാറ്റിസ്ഫാക്ഷൻ വിത്ത് ഫിസിഷ്യൻ, നല്ലൊരു ഡോക്ടർ ഉണ്ടാവണം, അതേപോലെ തന്നെ നഴ്സുമാരുടെ സേവനം നല്ലതായിരിക്കണം, അവിടെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് വർക്കിംഗ് കണ്ടീഷൻ ഉള്ളതായിരിക്കണം, ഹൗസ് കീപ്പിംഗ് അല്ലെ. നമുക്കറിയാം അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ബെറ്റർ ആയിട്ടുള്ള രീതിയിലായിരിക്കണം. ബില്ലിങ്ങും കാര്യങ്ങൾക്കൊന്നും അല്ലെ ഒരു കൺഫ്യൂഷനും വരില്ല. സാധാരണ രീതിയിൽ മിതമായ കോസ്റ്റ് ഒക്കെ ആയിരിക്കണം ഈടാക്കേണ്ടത്. ഫുഡ് സർവീസസ്, ഇൻ കേസ് ക്യാൻറ്റീൻ സർവീസുകളൊക്കെ ലഭ്യമാക്കുന്ന സ്ഥാപനമാണെങ്കിൽ, അതല്ലെങ്കിൽ നല്ല ഗവൺമെന്റിനുള്ള സർവീസ് ആണെങ്കിൽ അതെല്ലാം എന്താണ് ഒരു പേഷ്യന്റിന്റെ തൃപ്തി എന്നുള്ള ഘട്ടത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഓക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. പുതിയ ചാപ്റ്റർ ആണ് എങ്കിലും സിമ്പിൾ ആയിട്ടുള്ളതാണ്. പിന്നെ കുറെ വിവരിച്ച് ഇങ്ങനെ പോവാനുണ്ട്. ഒരു കാര്യം മാത്രം മനസ്സിലാക്കാനുള്ളൂ. ഇപ്പൊ ഇത്രയും പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്കൊരു ചെറിയ ഒരു ഐഡിയ കിട്ടി. എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് പോകും. അത് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ആണോ? ഓക്കെ, ക്വാളിറ്റി യെസ്. അതായത് അവിടെ ഹോസ്പിറ്റലിന്റെ എല്ലാ സർവീസും ഒക്കെ ആണെങ്കിൽ പേഷ്യൻസ് അവിടെ വരും, എല്ലാവരും പോകാനായിട്ട് പ്രേരിപ്പിക്കും. യെസ്, അതാണ് ഇതില് കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് കണ്ടിന്യൂഷൻ വരുന്നത്. നമുക്ക് എടുത്ത് പോവാം. ഓക്കെ, എന്തായാലും ജസ്റ്റ് വായിച്ചു നോക്കാം. എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പീഡിൽ എടുത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഒക്കെയാണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. മിക്കവാറും ചോദ്യം വരുന്നത് അല്ലെ, ഒരു ടൂൾ എന്താണ്, അല്ലെങ്കിൽ മിക്കവാറും ആൻസർ എന്തായിരിക്കും? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ. അത് നല്ലൊരു മറ്റുള്ളവരെ വരാൻ പ്രേരിപ്പിക്കുന്നതിന് ഏത് വേണമെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പക്ഷെ എല്ലാ ചോദ്യത്തിനും മിക്കവാറും ഒരേ ആൻസർ ഉള്ളൂ. എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ. ഏത് രീതിയിൽ ചോദിച്ചാലും ഇൻ കേസ് അവിടേക്ക് മറ്റുള്ളവരെ വരാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഏതാണെന്ന് ചോദിച്ചാലും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ആ ഘടകം ഓക്കെ ആണെങ്കിലാണ് അവിടേക്ക് എല്ലാവരും വരാനായിട്ടുള്ള പ്രേരണ നൽകുന്നത്. ഇൻ കേസ് അതേമാതിരി തന്നെ മറ്റ് അല്ലെ ഏത് കാര്യമാണെങ്കിലും അവിടെ തൃപ്തിപ്പെടണമെങ്കിൽ നമുക്കറിയാം പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ മാത്രമാണ് ആ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് ഓരോ പേഷ്യന്റും തയ്യാറാവുള്ളൂ അല്ലെ. അവിടെ മതിയായ സൗകര്യങ്ങൾ, ഇൻ കേസ് ഡോക്ടറിന്റെ സേവനം, then ഫ്രണ്ട് ഓഫീസ് ടു ബാക്ക് ഓഫീസ് അല്ലെ, എവിടം വരെയും സേവനങ്ങളുണ്ടോ അവിടെ എല്ലാം സാറ്റിസ്ഫൈഡ് ആണ് എങ്കിലാണ് ഒരു പേഷ്യന്റ് മൊത്തത്തിൽ ഓവറോൾ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഓക്കെ, അത്രയും കാര്യം തന്നെയാണ് വീണ്ടും താഴേക്ക് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് ഞാൻ അണ്ടർലൈൻ ചെയ്ത് വിടാത്തത്. ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി പോകാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റിൽ പറയുന്നത് the patient satisfaction is of predominant importance in ensuring a better quality on the way to total quality management, since the patient customer is the one who decide the quality, who receive the good service. Okay, just last വരെ പാരഗ്രാഫ് ഉണ്ട്, ജസ്റ്റ് മനസ്സിലാക്കി പോകാം. അതായത് നമുക്കറിയാം അല്ലെ, ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് ഫാക്ടർ എന്ന് പറയുന്നത് അവിടെ വരുന്ന പേഷ്യന്റ് ആണ് അല്ലെ. പേഷ്യന്റ് എന്ന് പറയുന്ന കസ്റ്റമർ ആണ് വിലയിരുത്തപ്പെടുന്നത് അല്ലെ. അവര് പറയാണ് നമുക്ക് അല്ലെ മതിയായ സൗകര്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്, അവിടെയുള്ള സർവീസുകളൊക്കെ ഓക്കെയാണ് അല്ലെ. അതേമാത്രമല്ല അവിടെ നമുക്ക് മറ്റുള്ളവരെ പ്രേരിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ നിലവിലുണ്ട്, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം അല്ലെ. ഇൻ കേസ് എന്താണ് ഒരു സമയത്തിൽ ക്രമത്തിലൊന്നും ഒരു എററും സംഭവിക്കുന്നില്ല അല്ലെ. അങ്ങനെ എല്ലാം തന്നെ പ്രൂവ് ചെയ്യുന്നത് ആരാണ്? ഒക്കെയാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? പേഷ്യന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. The patient satisfaction is of a predominant importance in ensuring better quality on the way to total quality management. അതായത് അവിടെ ഉറപ്പുവരുത്തണം നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങളാണ്, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മാനേജ്മെന്റ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആരുടെ ഇടയിൽ? കസ്റ്റമറുടെ ഇടയിൽ അല്ലെ. സിൻസ് ദ പേഷ്യന്റ് കസ്റ്റമർ ഈസ് ദ one who decide the quality അല്ലെ. അവരാണ് തീരുമാനിക്കുന്നത്, കസ്റ്റമർ ആണ് തീരുമാനിക്കുന്നത്, ഓരോ പേഷ്യന്റ് ആണ് തീരുമാനിക്കുന്നത് ഇവിടെ എന്താണ് നല്ല ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള സേവനമാണ് ലഭ്യമാക്കുന്നത്. who receive the good service അല്ലെ. ആരാണ് തീരുമാനിക്കുന്നത് നല്ല സർവീസ് ആണോ സേവനമാണെന്ന്? അവിടെയും കസ്റ്റമർ തന്നെയാണ് തീരുമാനിക്കുന്നത് നല്ല സർവീസ് ആണ് സേവനമാണെന്ന് അല്ലെ. മാനേജ്മെന്റ് തീരുമാനിക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് നല്ല സർവീസാണ് സേവനമാണെന്നും അവര് തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിട്ട് അവിടെ എല്ലാ പേഷ്യൻസും വരുമോ? ഇല്ല, അത് അവരുടെ ധാരണ മാത്രമാണ് അല്ലെ. പേഷ്യന്റ് ഓക്കെ ആണെങ്കിൽ അവിടെയുള്ള കസ്റ്റമേഴ്സ് നല്ല സർവീസ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തിയാൽ മാത്രമാണ് എന്താണ് അവിടേക്ക് പിന്നെയും പേഷ്യൻസ് വരുള്ളൂ. അല്ലാതെ അവിടെയുള്ള അല്ലെ ജീവനക്കാർ ഉറപ്പുവരുത്തിയത് കൊണ്ട് യാതൊരു കാര്യമില്ല. അവിടെ തീർച്ചയായിട്ടും എന്താണ് ഫുൾ റിസീവ് ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലെ. അവിടെ ഗുഡ്സ് ആൻഡ് സർവീസസ് റിസീവ് ചെയ്യുന്നത് ആരാണ്? കസ്റ്റമേഴ്സ് ഓർ പേഷ്യൻസ് ആണ്. persuades the other to accept it. മറ്റുള്ളവരെ വരാൻ പ്രേരിപ്പിക്കുന്നതും കസ്റ്റമേഴ്സ് തന്നെയാണ്. Then who decide your market strategies, മാർക്കറ്റ് തന്ത്രങ്ങളെല്ലാം തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതും ആര് തന്നെയാണ്? ഈ കസ്റ്റമേഴ്സ് ആണ്. Then who provide correct feedback about the performance of the hospital. ഹോസ്പിറ്റലിന്റെ പ്രകടനം ഓക്കെ ആണോ, നല്ലതാണോ അല്ലയോ എന്നൊക്കെയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് നൽകുന്നതും അവിടെ വരുന്ന ഓരോ പേഷ്യന്റും ആയ കസ്റ്റമർ തന്നെയാണ്. ആൻഡ് മേക്സ് സക്സസ് ദ പ്രോഗ്രാം ഓഫ് ടോട്ടൽ ക്വാളിറ്റി ഓഫ് മാനേജ്മെന്റ്. അവിടെ നമുക്കറിയാം നല്ല ഗുണനിലവാരത്തിലേക്ക് നയിക്കുന്നത് അല്ലെ, ഗുണനിലവാരം ഉറപ്പാക്കുന്ന അതും ആണ്. ആ നല്ല ഗുണനിലവാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ്. പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ, അതായത് തിരിച്ചും പറയാം അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ അവിടുത്തെ സർവീസ് എങ്ങനെയുള്ളതായിരിക്കും? ക്വാളിറ്റി ഉള്ളതായിരിക്കും, ക്വാളിറ്റി ഇല്ലാത്തതായിരിക്കും? പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ അവിടുത്തെ സർവീസ്, ഹോസ്പിറ്റലിലെ സർവീസ് ക്വാളിറ്റി ഉള്ളതായിരിക്കോ ക്വാളിറ്റി ഇല്ലാത്തതായിരിക്കോ?
ക്വാളിറ്റി ഉള്ളതായിരിക്കും അല്ലെ, ക്വാളിറ്റി ഉള്ളതായിരിക്കും അല്ലെ. ക്വാളിറ്റി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം പേഷ്യന്റ് ആണ് തൃപ്തി കാണിക്കുന്നത് അല്ലെ. അതാണ് അവിടെ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് പറയുന്നത്. നല്ല സർവീസ് ആണെന്ന് പറയുന്നത് പേഷ്യന്റ് തന്നെയാണ്, മറ്റുള്ളവരെ വരാൻ പ്രേരിപ്പിക്കുന്ന പേഷ്യന്റ് തന്നെയാണ്. അതേമാതിരി തന്നെ ഫീഡ്ബാക്കുകൾ എല്ലാം നൽകുന്നത് ഇൻ കേസ് മാർക്കറ്റ് സ്ട്രാറ്റജീസ് അല്ലെ, അതെല്ലാം മാർക്കറ്റ് തന്ത്രങ്ങളെല്ലാം മെനഞ്ഞെടുത്ത് മുന്നിൽ അവതരിപ്പിക്കുന്നത് അല്ലെ. നമുക്കറിയാം ചില ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ചിലപ്പോൾ സാധ്യത വരുന്നത് അവിടെ കൂടുതൽ അഡീഷണൽ ഫെസിലിറ്റി ഉള്ളത് കൊണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഹോസ്പിറ്റലുകാരും അഡീഷണൽ ഫെസിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ടാവും. ഓക്കെ, അപ്പൊ അത് എല്ലാം തന്നെ അത് തീരുമാനമെടുക്കുന്നത്, അതായത് അവരുടെ തൃപ്തിയാണ് ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഡിസിഷനിലേക്കും എത്തിക്കുന്നത്. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും ക്വാളിറ്റി ഉള്ള സർവീസ് ആണ് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? നമ്മൾ തന്നെ മൈൻഡിലേക്ക് അല്ലെ, ഇത് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ള പാരഗ്രാഫാണ്, ഇതെന്താണെന്ന് വിചാരിക്കരുത്. അതായത് സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ എന്നുള്ള രീതിയിലേക്ക് എത്തിക്കുക, അതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വീണ്ടും നമ്മുടെ ഇത് തന്നെയാണ്. വേറായിട്ട് തോന്നാനുണ്ടോ? പുതിയ വിവരങ്ങളൊന്നല്ല, നമുക്കറിയാവുന്ന വിവരം തന്നെ തിരിച്ചും മറിച്ചും അങ്ങനെ പറയുന്നു അല്ലെ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ മൂവ് ചെയ്ത് പോവാം. Third point, patient satisfaction are a sign of how the patient has recognized the other qualitative aspect of a care and can be used as substitute measure of those aspects. അതായത് ഗുണനിലവാരം അല്ലെ, നമ്മൾ തീർച്ചയായിട്ടും ഗുണനിലവാരത്തിനെ കുറിച്ചിട്ട് തന്നെയാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത്, എങ്കിൽ മാത്രമാണ് അവിടെ തൃപ്തി എന്നുള്ള ലെവലിലേക്ക് എത്തുള്ളൂ അല്ലെ. അല്ലെ, അങ്ങനെ തന്നെയല്ലേ. അത് തന്നെയാണ് ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് നമ്മൾ ഇതിനെ മെഷർ ചെയ്യുന്നത്. അതായത് ഗുണനിലവാരം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ്, പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് സൈൻ അല്ലെ, അതാണ് അതിന്റെ സൈൻ. എന്തിന്റെ? ഹൗ ദ പേഷ്യന്റ് ഹാസ് റെക്കഗ്നൈസ്ഡ് ദ അതർ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് കെയർ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് മെഷർ ഓഫ് ദോസ് ആസ്പെക്ട്. അതായത് ക്വാളിറ്റി എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂട്ട് മെഷർമെന്റിലേക്ക് നമ്മൾ എത്തിക്കുന്നത്, ആ ഒരു അംഗീകാരത്തിലേക്ക് എത്തിക്കുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ചെയ്യുന്നു എന്നുള്ള സൈനാണ്. ഓക്കെ, പേഷ്യന്റ് ഓക്കെ ആണെങ്കിൽ, അവരുടെ ഫീഡ്ബാക്കുകൾ ചോദിച്ചറിയുമ്പോൾ അവർ ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അധികം കംപ്ലൈൻസുകൾ ഇല്ല എങ്കിൽ, മറ്റുള്ള പേഷ്യൻസിനെ വരാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട് എങ്കിൽ, അതെല്ലാം എന്താണ്, നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ സിഗ്നലുകളാണ്. ഓക്കെ, ക്ലിയർ ആയോ? പോയിന്റ് ക്ലിയർ ആയോ? പേഷ്യൻസ് ഒന്ന് എഴുതി വായിച്ചു നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് sign of how the patient has recognized the other qualitative aspect of care. അല്ലെ, അവിടെ ഗുണനിലവാരം എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അല്ലെ, എന്നതാണ് പ്രധാനപ്പെട്ട റിസൾട്ട്. അത് സാറ്റിസ്ഫാക്ഷൻ അല്ലെ, അതില് പകരമായിട്ട് അളക്കുന്നത് അവിടെ ക്വാളിറ്റി ഗുണമേന്മ അല്ലെ. ഫീഡ്ബാക്ക് അറിയുമ്പോഴാണ് അവർക്ക് എന്താണ്, അവര് കൃത്യമായിട്ട് പറയുക. അപ്പൊ ക്വാളിറ്റി ഉള്ളതാണ് എന്നുള്ളത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സൈൻ ഓഫ് ഹൗ ദ പേഷ്യന്റ് ഹാസ് റെക്കഗ്നൈസ്ഡ് ദ അതർ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് കെയർ. നമ്മള് മറ്റു കാര്യങ്ങൾ, ഇപ്പൊ ഒരു ഡോക്ടറിന്റെ സേവനം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കൗണ്ടറിലുള്ള സമയം ക്രമം പാലിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ, അതെല്ലാം പല അല്ലെ അവരുടെ ആ ചികിത്സാപരമായിട്ടുള്ള പല കാര്യങ്ങളും മെഷർ ചെയ്യുമ്പോൾ എന്താണ്, അവര് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അവിടെ ക്വാളിറ്റി ഉള്ള സേവനങ്ങളാണ് ആ ഹോസ്പിറ്റലിൽ ലഭ്യമാക്കുന്നത്. ഓക്കെ ആണോ? അവരത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ആ അംഗീകാരം മനസ്സിലാക്കുന്നത് സാറ്റിസ്ഫാക്ഷനിലൂടെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ requirement for attaining the goal of healthcare since it influences the patient's decision to follow prescribed treatments and seek professional healthcare in the future. അല്ലെ, അവിടെ പ്രധാനമായിട്ടും എന്താണ്, പ്രതികരിക്കുന്നുണ്ട് അല്ലെ, എല്ലായ്പ്പോഴും അവര് പ്രതികരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇൻ കേസ് ഒരു ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ റിക്വയർമെന്റ്സ് ഫോർ അറ്റൈനിങ് ദ ഗോൾ ഓഫ് ഹെൽത്ത് കെയർ സിൻസ് അല്ലെ,
അവിടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് തന്നെ നമുക്ക് തൃപ്തികരമാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് എ റിക്വയർമെന്റ് ഫോർ അറ്റൈനിങ് ദ ഗോൾസ് ഓഫ് ഹെൽത്ത് കെയർ. Since it influences the patient's decision to follow prescribed treatment and seek professional health care in the future. അതായത് ഭാവിയിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾ അവര് അവര് എന്താണ് ഇച്ചിരി കൂടിയും ഇംപ്രൂവ്മെന്റ് വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ഒരു അല്ലെ പ്രിസ്ക്രൈബ് നേരത്തെ കൂട്ടി തയ്യാറാക്കിയ ട്രീറ്റ്മെന്റുകളെല്ലാം കൃത്യമായിട്ട് പേഷ്യൻസിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് അവര് പ്രചോദിപ്പിക്കുന്ന തരത്തില് ലഭ്യമാക്കി കൊടുത്താലാണ് ഫ്യൂച്ചറിലും ഈ ഒരു ഹെൽത്ത് കെയറിന് അല്ലെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഇൻ കേസ് എന്താണ് ഈ ഫീഡ്ബാക്കുകൾ അറിഞ്ഞ് അവർക്ക് എന്തെങ്കിലും ഡ്രോബാക്സ് അല്ലെ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചു പോയില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഹോസ്പിറ്റല് ഡൗൺ ആയി പോകും. ഇല്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവോ? എന്തെങ്കിലും കുഴപ്പം? ഓക്കെ. അതായത് നമ്മൾ ഭാവിയിലെ നിർദ്ദേശിക്കപ്പെട്ട ട്രീറ്റ്മെന്റുകളൊക്കെ തുടരാം അല്ലെ? അവര് തുടരണോ വേണ്ടയോ? അത് ചിലരൊക്കെ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ടൈം ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് അവിടുത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ചിലപ്പോ ആണെങ്കിൽ എന്താണ് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ അല്ലെ അവർക്ക് ചിലപ്പോ ആണെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നെക്സ്റ്റ് ടൈമില് വീണ്ടും ചിലപ്പോ ആണെങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിനായിട്ട് പോകും. അങ്ങനെയുള്ളവരുണ്ടാവില്ലേ? ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ? അപ്പൊ അത് തന്നെയാ പറയുന്നത്. ഇപ്പൊ ഒരു ഇൻഫ്ലുവൻസ് അല്ലെ ഒരു പ്രചോദനമാണ് പേഷ്യന്റിന്റെ ഡിസിഷൻ. ഒരു ഫോളോ അപ്പ് അവിടെ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു പ്രചോദനം വരുന്നുണ്ട്. അപ്പൊ അവര് ഡിസിഷൻ എടുക്കുകയാണ് അല്ലെ അവിടെ തന്നെ പോകാമെന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തണമെങ്കിൽ അവിടുത്തെ ആ ഒരു അല്ലെ സർവീസുകൾ സ്വീകാര്യമായിരിക്കണം അല്ലെ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് റിക്വയർമെന്റ് ഫോർ അറ്റൈനിങ് ദ ഗോൾസ് ഓഫ് ഹെൽത്ത് കെയർ സിൻസ് ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ പേഷ്യൻസ് ഡിസിഷൻ ടു ഫോളോ പ്രിസ്ക്രൈബ്ഡ് ട്രീറ്റ്മെന്റ്സ് ആൻഡ് സീക്ക് പ്രൊഫഷണൽ ഹെൽത്ത് കെയർ ഇൻ ദ ഫ്യൂച്ചർ അല്ലെ? അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഭാവിയിലും ഇൻ കേസ് അതിന്റെ ട്രീറ്റ്മെന്റ് തുടരാനായിട്ട് അവിടെ തന്നെ പോകാനായിട്ട് അവര് സന്നദ്ധരാകുള്ളൂ അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ആവശ്യങ്ങൾ അവര് എന്താണ് ഓരോ പേഷ്യൻസിനും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അവൈലബിൾ ആക്കി കൊടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും അവര് പോകാനായിട്ട് സന്നദ്ധരാകില്ല. വീണ്ടും ഫീഡ്ബാക്ക് അല്ലെ വീണ്ടും ഫോളോ അപ്പ് എടുക്കാൻ ചിലപ്പോൾ ആണെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതായിട്ട് വരും. അതായത് അവർ അങ്ങനെയായിരിക്കും തീരുമാനത്തിലേക്ക് എത്തുന്നത്. Patients can evaluate the quality of care they get as they pay attention to all components of care, the science of medicine and the art of care and the amenities of care. അതായത് അവരെല്ലാ കാര്യങ്ങളും അല്ലെ പരിചരണ സൗകര്യങ്ങളും അതേമാതിരി തന്നെ അവിടെയുള്ള ഒരു പരിഷ്കരണം അല്ലെ ഒരു പ്രധാനപ്പെട്ട നല്ല സൗകര്യത്തോടു കൂടിയിട്ടുള്ള കാര്യങ്ങൾ ഇൻ കേസ് നമുക്കറിയാം അല്ലെ നല്ലൊരു ശാന്തമായ അന്തരീക്ഷമൊക്കെ നിലവിലൊക്കെയാണ് ലഭിക്കുന്നത്. അല്ലെങ്കിൽ സയൻസ് ഓഫ് മെഡിസിൻ എന്ന് വെച്ചാൽ എന്താണ് വൈദ്യശാസ്ത്രം അവിടെ ഉപയോഗിക്കുന്ന രീതികളൊക്കെ ഓക്കെ ആണെങ്കിലാണ് നമ്മൾ അവിടെ കണ്ടിന്യൂവേഷന് വേണ്ടിയിട്ട് വീണ്ടും ഒരു അല്ലെ ഫോളോ അപ്പ് എടുക്കാനൊക്കെ ആയിട്ട് തയ്യാറാവുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് നമ്മള് എന്താണ് ഓരോ പേഷ്യന്റും സംതൃപ്തമാക്കണം അല്ലെ? ഏതൊരു പോയിന്റിലേക്കും എത്തിപ്പെടുന്നത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ആ പേഷ്യന്റിനെ നയിക്കണം അല്ലെ? അതല്ല എങ്കിൽ അവര് ഫസ്റ്റ് ടൈമിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വരാനായിട്ടൊന്നും തയ്യാറാവില്ല. അപ്പൊ അങ്ങനൊരു നല്ലൊരു ഡിസിഷൻ അല്ല, അങ്ങനെയുള്ള ഒരു ഡിസിഷൻ എടുത്താൽ തീർച്ചയായിട്ടും ആ ഹോസ്പിറ്റലിന് നന്നായിട്ട് തന്നെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ പേഷ്യന്റിന്റെ ഫീഡ്ബാക്കുകളൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കെയർ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ആശയങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഒരു അറ്റൻഷൻ അവിടെ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ചിലപ്പോ ആണെങ്കിൽ എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഒരു അല്ലെ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടാവും. നല്ല സൗകര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവും. നല്ല അല്ലെ സയൻസ് ഓഫ് മെഡിസിൻ നല്ല വൈദ്യശാസ്ത്ര രീതിയായിരിക്കണം അവിടെ അല്ലെ? നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ചിലപ്പോ ആണെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഒക്കെ സേവനമൊക്കെ നല്ല രീതിയിലുള്ള സേവനങ്ങളൊക്കെ ആയിരിക്കണം അവിടെ പാലിച്ചു പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവർ വീണ്ടും കണ്ടിന്യൂവേഷൻ ഒക്കെ ആയിട്ട് അവിടേക്ക് പോവുകയുള്ളൂ, ആ ഒരു ഹോസ്പിറ്റലിൽ പ്രിഫർ ചെയ്യുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം.
നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന്റെ അവസാനം ഇമ്പോർട്ടൻസ് അണ്ടർലൈൻ ചെയ്ത് പോയാൽ പോരെ? ഓക്കെ, കാരണം നമുക്ക് ഒരു ചാപ്റ്റർ കൂടി ഈ ചാപ്റ്റർ അങ്ങോട്ട് എടുത്ത് തീർക്കാനുണ്ട്, അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോകാം. എന്തായാലും പറ്റുകയാണെങ്കിൽ റിവിഷനും കൂടി നടത്താം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നോക്കാം, ഇപ്പൊ എല്ലാ ചാപ്റ്റേഴ്സിലും ഒരു റിവിഷൻ നടത്താൻ പറ്റും നോക്കാം. അപ്പൊ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ അതിനുള്ള അവസരം നോക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെൻഡിങ് വെച്ചത്. നോക്കാം. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റിലേക്ക് പോകട്ടെ. വായിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാട്ടോ. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നമുക്ക് ക്ലാസ് തരാൻ പറ്റുകയാണെങ്കിൽ തരാം. ഒരു ടൈം ഉണ്ടാവുമായിരിക്കും. എല്ലാവർക്കും ഓരോ ചാപ്റ്റേഴ്സ് ഒക്കെ വീതം അത്യാവശ്യം എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ കവർ ചെയ്യാനുണ്ട് അല്ലേ? എടുക്കാത്ത ചാപ്റ്റേഴ്സ് ഒന്നും ഇല്ലല്ലോ? എല്ലാ ചാപ്റ്റേഴ്സും എന്താ പറയാ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയില്ലേ? എല്ലാ ലാസ്റ്റ് ചാപ്റ്റേഴ്സുകളൊക്കെ എല്ലാവരും എടുത്തു തുടങ്ങി. അപ്പൊ നോക്കാം, സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും റിവിഷൻ തരാൻ സാധ്യതയുണ്ട്. ഒരു എന്താ പറയാ ഒരു ക്ലാസ്സെങ്കിലും വീതം എല്ലാവർക്കും റിവിഷൻ ചെയ്ത് കിട്ടിയ കഴിഞ്ഞാൽ തന്നെ നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ് ഒന്ന് ഇത് ചെയ്യാമല്ലോ. നോക്കാം. അപ്പൊ നമുക്ക് ലാസ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. ഹോസ്പിറ്റൽ സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് റെസ്പോണ്ടന്റ്. ഈ ചാപ്റ്ററിൽ നമ്മൾ കണ്ടുവരെ സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഹോസ്പിറ്റൽ സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് റെസ്പോണ്ടൻസ്, ജനറൽ ക്വസ്റ്റ്യൻസ് ഇൻ എ കണക്ഷൻ വിത്ത് റിസപ്ഷൻ അഡ്മിനിസ്ട്രേഷൻ, then hospital clean lines, signage, then hospital food, etc. ഓക്കെ, നമ്മളിപ്പോ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നടത്തുമ്പോൾ പല കാര്യങ്ങളും ചോദിച്ചറിയും. then എന്താണ് പ്രതികരിക്കാൻ ആസ്ക് റെസ്പോണ്ടൻസ് ജനറൽ ക്വസ്റ്റ്യൻസ് അല്ലെ, പ്രതികരിക്കാൻ താല്പര്യമുള്ളവരെ കൊണ്ട് ചോദ്യങ്ങൾ അല്ലെ താല്പര്യമുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കും. തീർച്ചയായിട്ടും എന്താണ് അവരെ ആൻസറുകൾ പറയും അല്ലെ, അവരെ ചോദിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ആൻസറുകൾ തീർച്ചയായിട്ടും തരും. എന്താണ് ചെറുപ്പം അല്ലെ എവിടെ തുടങ്ങിയാണ് റിസപ്ഷൻ ഏരിയ തുടങ്ങി നമുക്ക് അഡ്മിനിസ്ട്രേഷൻ അല്ലെ എല്ലാ തലങ്ങളെയും കുറിച്ചിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവിടെ നിന്ന് ഫീഡ്ബാക്കുകൾ കണ്ടെത്താനായിട്ട് സാധിക്കും. ഹോസ്പിറ്റൽ ക്ലീൻ ലൈൻസിനെ കുറിച്ചിട്ടും അല്ലെ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും സിഗ്നേച്ചും തന്നെ ഹോസ്പിറ്റൽ ഫുഡ് അല്ലെ അവിടെ ഫുഡും കാര്യങ്ങളും എല്ലാത്തിനെയും കുറിച്ചും ഹോസ്പിറ്റലില് നമ്മള് സ്റ്റാർട്ടിങ് തുടങ്ങി എൻഡിങ് വരെയുള്ള ഓരോ സേവനങ്ങളെയും കുറിച്ചിട്ട് നമുക്ക് അല്ലെ എന്താ പേഷ്യൻസിനോട് ഫീഡ്ബാക്കുകൾ ചോദിച്ചറിയാം.
Then patient satisfaction survey is important from the view of improvement of quality of services. ഇങ്ങനെ സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത് അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ സർവേ നടത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ട് അല്ലെ? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? എന്തായിരിക്കും ഉദ്ദേശിക്കുക? അങ്ങനെ സർവേ നടത്തി കഴിയുമ്പോൾ കിട്ടുന്ന ആൻസറുകളുടെ ബേസിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തവര്? ഓക്കെ അല്ലെ, ചേഞ്ചസുകൾ വരുത്തും അല്ലെ, എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലും ഗുണമേന്മ കാര്യങ്ങളിലൊക്കെ ഇത് ഓക്കെ ക്വാളിറ്റി മേക്കപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കും അല്ലെ. അത് എന്തെങ്കിലും എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് തന്നെ ഉറപ്പുവരുത്തും. അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ അവര് നടപ്പാക്കും അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഈസ് ഇമ്പോർട്ടന്റ് ഫ്രം ദ വ്യൂ ഓഫ് ഇംപ്രൂവ്മെന്റ് ഓഫ് ക്വാളിറ്റി ഓഫ് സർവീസസ് ആൻഡ് ടു അച്ചീവ് ദ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഇൻ പേഷ്യന്റ്. അത് മാത്രമല്ല ആ സർവീസിന് നല്ല ക്വാളിറ്റി വരുത്തുന്നതോടൊപ്പം തന്നെ ഇൻപേഷ്യന്റ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ മാക്സിമം അവരെ തൃപ്തിപ്പെടുത്തത്തിലുള്ള കാര്യങ്ങൾ അല്ലെ, അവരെ അത്തരത്തിലുള്ള നല്ല സേവനങ്ങൾ ലഭ്യമാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെ. നമ്മൾ സാധാരണയായിട്ട് അങ്ങനെ തന്നെയാണ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ടുള്ള പാഠത്തിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങി നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു ഫേം നിലനിർത്തി കൊണ്ടുപോകുന്നതിന് മാറ്റങ്ങൾ അനിവാര്യമാണ് അല്ലെ. മാറ്റങ്ങൾ ഇല്ല എങ്കിൽ നമുക്ക് ഓക്കെ നമ്മള് വീണ്ടും എന്തായാലും പേഷ്യൻസുകൾ വരും അല്ലെ. തീർച്ചയായിട്ടും പേഷ്യൻസുകൾ എന്തായാലും അവിടെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ മാറ്റങ്ങൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഫീഡ്ബാക്കുകൾ ചോദിച്ചറിയണം. എവിടെയാണ് ഫോൾട്ടുകൾ വന്നിരിക്കുന്നത്, ആ വീഴ്ചകളൊക്കെ പരിഹരിക്കേണ്ടതുണ്ടാവും അല്ലെ, ഉണ്ടാവില്ലേ? ഓക്കെ, ദെൻ അതുമായി ബന്ധപ്പെട്ട് നമുക്കിനി അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒബ്ജക്റ്റീവ്സ് പറയുന്ന നമുക്ക് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങളിലേക്ക് പോകാം. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ ലക്ഷ്യങ്ങൾ എന്താന്നുള്ളത് ഇപ്പൊ ഏകദേശം നമ്മുടെ മൈൻഡിലുണ്ട് അല്ലെ. എന്തായാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക് അല്ലെ. രോഗികളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകളൊക്കെ നടത്തേണ്ടത് അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ, അവിടെയുള്ള രോഗികളെ അല്ലാതെ പുറത്തുനിന്ന് വിളിച്ച് വല്ല സർവേ നടത്തിയിട്ടുള്ള കാര്യമുണ്ടോ? നമ്മുടെ വരുന്ന രോഗികളെ അല്ലേ നമ്മൾ സർവേ നടത്തേണ്ടത് അല്ലേ. എങ്കിൽ മാത്രമാണ് ചേഞ്ചസ് ഒക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്താനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക്. പേഷ്യന്റിന്റെ കേന്ദ്രീകൃതമാണ് ഓരോ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനും. അപ്പൊ അവരെ ബേസ് ചെയ്തിട്ടാണ് ഈ സാറ്റിസ്ഫാക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ദെൻ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഹോസ്പിറ്റൽ ഫംഗ്ഷനിങ്. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അല്ലെ ശക്തമായിട്ടുള്ള ഒരു നിർണായക ഘടകമാണ് എന്ത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അത് ആ അളവുകൾ വെച്ചിട്ടാണ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ ഒക്കെയാണെന്നൊക്കെ തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? അതൊക്കെ ഇമ്പോർട്ടന്റ് ആണോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് ദ സ്ട്രോങ്സ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഹോസ്പിറ്റൽ ഫംഗ്ഷൻ. ഹോസ്പിറ്റൽ പ്രവർത്തനത്തിന്റെ ഒരു സ്ട്രോങ്സ്റ്റ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, നോക്കാം. അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ഹോസ്പിറ്റൽ ഈസ് ദ കണ്ടെയ്ൻമെന്റ് ഓഫ് ഇറ്റ്സ് കസ്റ്റമർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു നിർണായകമായിട്ടുള്ള അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ഹോസ്പിറ്റൽ ഈസ് കണ്ടെയ്ൻമെന്റ് ഓഫ് ഇറ്റ്സ് കസ്റ്റമർ. അത് സംതൃപ്തി അല്ലെ, കസ്റ്റമറിന്റെ സംതൃപ്തിയാണ് എന്താണ് ആ ഹോസ്പിറ്റലിന്റെ ശരിയായ ലക്ഷ്യം എന്ന് പറയുന്നത്. കസ്റ്റമർ സംതൃപ്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും പേഷ്യൻസ് വരും അല്ലെ. അപ്പൊ കണ്ടെയ്ൻമെന്റ് ഓഫ് ഇറ്റ്സ് കസ്റ്റമറിന്റെ ആ തൃപ്തി അല്ലെ, ആ ഒരു തൃപ്തിയാണ് ശരിക്കും പറഞ്ഞ ഹോസ്പിറ്റലിന്റെ ഗോൾ എന്ന് പറയുന്നത്. Not only to satisfy and care for patients and families, but also positive outcomes for the staff, the community and the health organization. നമ്മള് തൃപ്തിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അവിടെ പേഷ്യൻസിനെയും ഫാമിലീസിനെയും മാത്രമല്ല തൃപ്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, ബട്ട് ഓൾസോ പോസിറ്റീവ് ഔട്ട്കംസ് ഫോർ ദ സ്റ്റാഫ് അല്ലെ. അവിടെ അവരിൽ നിന്ന് തൃപ്തി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നല്ല ഔട്ട്കംസ്, സ്റ്റാഫിൽ നിന്ന് നല്ല മതിയായ പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ്. അതേമാതിരി തന്നെ കമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെ,
അവിടെ നല്ല ഫലങ്ങൾ എല്ലാത്തിൽ നിന്നും അല്ലെ അവർക്ക് എന്താ പറയാ നല്ല ഹോസ്പിറ്റലിൽ നിന്നുള്ള പേര് അല്ലെ കമ്മ്യൂണിറ്റിയിലൊക്കെ അറിയപ്പെടാനായിട്ട് സാധിക്കും. ആ നല്ലൊരു ഓർഗനൈസേഷൻ ആണ് എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കംസ് എല്ലാവരിൽ നിന്നും കിട്ടും അല്ലെ. അവിടെ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ മാത്രമാണ് എല്ലായിടത്തു നിന്നും ഈ ഒരു ഔട്ട്കംസ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. Okay. Then next നോക്കാം patient satisfaction relates on workers motivation, then a dedication and duty towards the patients. അതായത് നമുക്കറിയാം പ്രചോദനം അല്ലെ, സമർപ്പണം, ഇതെല്ലാം തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ റിലീസ് ഓൺ വർക്കേഴ്സ് മോട്ടിവേഷൻ, വർക്കേഴ്സിന് നല്ല പ്രേരണ നൽകുന്നു. അതേമാതിരി തന്നെ ഡെഡിക്കേഷൻസ് ആൻഡ് ഡ്യൂട്ടി ടുവേർഡ്സ് പേഷ്യൻസ്, പേഷ്യൻസിനോടൊക്കെ നല്ല അർപ്പണ മനോഭാവത്തോട് കൂടിയിട്ട് തന്നെ അവിടെ ഡ്യൂട്ടി ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു നല്ല പ്രേരണ അല്ലെ. പേഷ്യന്റ് തൃപ്തികരമാകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല പ്രേരണ ഘടകങ്ങൾ ഉണ്ടാവണം അല്ലെ. അവിടെ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ വർക്കേഴ്സ് ഒക്കെ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് അല്ലെ, അവരോട് അർപ്പണ മനോഭാവത്തോടു കൂടി തന്നെ ഡ്യൂട്ടി ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ഘടകം ഉണ്ടായിരിക്കും, ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കാം. അപ്പൊ ഇതെല്ലാം കോമ്പിനേറ്റ് അല്ലെ ഒന്നിച്ച് നിന്ന് കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും എന്താണ് ആ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. ഓക്കെ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ജസ്റ്റ് വായിച്ചു നോക്കാം.
ഒക്കെയാണോ? വായിച്ചു നോക്കിയായിരുന്നോ? Okay. ഒരു വിഷമകരമായ കാര്യമുണ്ട്, കണ്ടിന്യൂ ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ്. അപ്പം അതൊരു മിസ് ലീവാണ്. അപ്പം ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. എന്തായാലും 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. പോകരുതായാലും ലീവ് ചെയ്ത് പോകണ്ട. ബ്രേക്ക് തരാം. ഓക്കെ, 4 മിനിറ്റ് ബ്രേക്ക് ചെയ്യും.
സ്റ്റാർട്ട് ചെയ്യാം. ചെയ്യാണോ? ചെയ്യാം. അപ്പൊ അടുത്തൊരു ഭാഗത്തിലേക്ക് പോകാം. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ചാപ്റ്റർ അതിന്റെ എന്താ പറയാ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. എന്താണ് അതിന്റെ പ്രാധാന്യം അല്ലെ, ആ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ പ്രാധാന്യത്തെ കുറിച്ച് തന്നെയാണ് പോകുന്നത്. നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് സ്കെയിൽ ഓഫ് മെഷർ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി അല്ലെ. നമ്മൾ കണ്ടായിരുന്നു മൊത്തത്തിലുള്ള അല്ലെ ഒരു പരിചരണത്തിന്റെ ആ ക്വാളിറ്റി, അത് ഗുണമേന്മ എന്നുള്ളത് ഈ സംതൃപ്തി എന്ന അളവുകോല് വെച്ച് തന്നെയാണ് അത് മനസ്സിലാക്കേണ്ടത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, കണ്ടിന്യൂസ് മെഷറിംഗ് ഓഫ് എ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് എക്സ്പീരിയൻസ് ക്യാൻ ബി അറ്റൈൻഡ്. അതായത് പേഷ്യന്റിന്റെ ആ ഒരു നല്ല അനുഭവം അല്ലെ, അവിടെ ഹോസ്പിറ്റലില് നല്ലൊരു അനുഭവമാണെന്ന് ഉള്ളത് നേടിയെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നേടിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും എന്താണ് സർവേ അല്ലെ, ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട സർവേ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് തീർച്ചയായിട്ടൊക്കെ മെഷർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഓരോ പേഷ്യൻസിനും നല്ല അല്ലെ നല്ലൊരു എക്സ്പീരിയൻസ്, ഹോസ്പിറ്റലിന്റെ നല്ലൊരു അനുഭവം നേടിയെടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അവർ സാറ്റിസ്ഫൈഡ് ആകും അല്ലെ. അപ്പോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ആൻ ഇന്നവിറ്റബിൾ ടൂൾ ടു ക്യാച്ച് പേഷ്യന്റ് ഫീഡ്ബാക്ക് വിത്തൗട്ട് മച്ച് എഫേർട്ട്. അധികം ബുദ്ധിമുട്ടില്ലാതെ ഫീഡ്ബാക്ക് അറിയുക, അതാണ് ഈ ഒരു എന്താണ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നല്ല അനുഭവം അല്ലെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് അല്ലെ. ഒരു ഫീഡ്ബാക്ക്, പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് അറിയുക എന്നുള്ളതാണ് ഇൻവാല്യുബിൾ ടൂൾ ആണ്. അത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം തന്നെയാണ്, സാറ്റിസ്ഫാക്ഷൻ അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട മെഷർ ടൂളാണ്. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് അല്ലെ. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ഒരു റീസൺസിന്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. 5 reasons why you should measure patient satisfaction. എന്തുകൊണ്ടാണ് തൃപ്തി അളക്കണമെന്ന് പറയുന്നത് അല്ലെ, അതുമായി ബന്ധപ്പെട്ട ഒരു 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസസ്, അതായത് അവരുടെ ചികിത്സാ രംഗത്ത് നല്ലൊരു കെയർ നൽകുന്നുണ്ടോ എന്നുള്ളൊരു ഫീഡ്ബാക്ക് അറിയേണ്ടതുണ്ട്. അത് ഒക്കെ അല്ലെ, തീർച്ചയായിട്ടും സംതൃപ്തരാണോ എന്ന് നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും പല കാര്യങ്ങളും അല്ലെ ഫീഡ്ബാക്കുകളും ചോദിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്. നമ്മൾ മനസ്സിലാക്കിയാകുക, അതായത് ഈ ഓരോ പോയിന്റ്സും നമുക്ക് ഇച്ചിരി കൂടി എന്താണ് വിവരിച്ച് തന്നെ പഠിക്കാനുണ്ട്. ഫസ്റ്റ് പോയിന്റ് ഉണ്ട്, സെക്കൻഡ് പോയിന്റ് അടുത്തത് വരുന്നുണ്ട്. അങ്ങനെ ഇവിടെയുള്ള ആ ഒരു ഡയഗ്രത്തിൽ തന്നിരിക്കുന്ന എല്ലാ പോയിന്റ്സും നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രം മനസ്സിലാക്കുക. ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്, അവിടെയുള്ള സ്റ്റാഫുകളുടെ പ്രകടനങ്ങളൊക്കെ വിലയിരുത്തുക. നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ അല്ലെ. ടു നോ ആംഗ്രി ആൻഡ് മൈൽഡ് ഓഫ് പേഷ്യൻസ്, അതായത് ഇൻ കേസ് അങ്ങനെ എന്താണ് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ കോപം ഉളവാക്കുന്ന രോഗികളുണ്ടോ എന്നുള്ളത് അറിയുക. എന്താണ് ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ്, പേഷ്യന്റിന്റെ അല്ലെ അവരുടെ കൃത്യമായിട്ട് തന്നെയുള്ള ആ ഒരു എക്സ്പീരിയൻസ്, പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ്, അവര് പരിചരണവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ അത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ റേറ്റ്, അതായത് പേഷ്യന്റ് അവിടെ നിലനിന്ന് പോവുക അല്ലെ, അവിടെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്, അവിടെ നിലനിന്ന് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ സർവേ മെത്തഡോളജിയൊക്കെ അനുസരിച്ചിട്ട് തന്നെ അറിയേണ്ടതുണ്ട്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഒന്ന് വിവരിച്ച് പഠിക്കാം. ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്. ഓക്കെ, എന്താണ് മെഷർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ഹെൽപ്പ് ദ ഹോസ്പിറ്റൽ ascertain the areas of improvement and centers on to provide better patient care services. അതായത് നല്ലൊരു സേവനം അല്ലെ അവിടെ രോഗികൾക്ക് ലഭ്യമാകണമെങ്കിൽ, ടു പ്രൊവൈഡ് ബെറ്റർ പേഷ്യന്റ് കെയർ സർവീസ് അല്ലെ, അത് ലഭ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്
നല്ല മെഷർമെന്റ് എടുക്കേണ്ടതുണ്ട്. അതായത് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, നല്ലൊരു പേഷ്യന്റിന്റെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ അത് തീർച്ചയായിട്ടും എന്തിന് ഹെൽപ്ഫുൾ ആണ്? ഹോസ്പിറ്റലിന് തീരുമാനിക്കാനായിട്ട് സാധിക്കും അല്ലെ, ഇമ്പ്രൂവ്മെന്റ് വേണോ അല്ലെ, നല്ല ഇമ്പ്രൂവ്മെന്റ് ഏതെങ്കിലും തലങ്ങളിലൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരുത്തണോ വേണ്ടിയോ എന്നുള്ളതും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള പേഷ്യന്റ് കെയർ സർവീസ് കൊടുക്കാനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തീരുമാനിക്കാനായിട്ടൊക്കെ ഇതുകൊണ്ട് സാധിക്കും. Achieving a high level of satisfaction is directly depend on the high quality patient care service given by the team of specialized doctors and hospital staff. അതായത് അവിടെ തീർച്ചയായിട്ടും എന്താണ് പേഷ്യന്റിന് ഏറ്റവും കൂടുതൽ ഒരു രോഗികളായിട്ട് വരുമ്പോഴും നമുക്കറിയാം രജിസ്ട്രേഷനും കാര്യങ്ങൾക്കല്ല കൂടുതലും പ്രാധാന്യം വരിക അവിടെ നല്ലൊരു ട്രീറ്റ്മെന്റ് സമയങ്ങളിലാണ് അല്ലെ. ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഹൈ ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ സേവനം ലഭ്യമാക്കുന്നുണ്ടോ അല്ലെ, അത് തീർച്ചയായിട്ടും അച്ചീവ് അവരുടെ ആ സേവനങ്ങൾ കൊണ്ട് ഗുണകരമായ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എപ്പോഴും വിലയിരുത്തേണ്ടതാണ് അല്ലെ. ഇൻ കേസ് അവിടെ റിസപ്ഷനിസ്റ്റോ ഒക്കെയാണ് ഹോസ്പിറ്റലിലെ സമയക്രമമൊക്കെ നല്ല കൃത്യമായിട്ടൊക്കെ കാണാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ എന്താണ് രോഗി പരിചരണം, അതായത് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യുന്ന അല്ലെ മെഡിസിൻസിനൊന്നും അത് ഫലപ്രദമാകുന്നില്ല എങ്കിൽ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമോ? അവിടെ എപ്പോഴും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, അവിടെ ഇമ്പോർട്ടന്റ് ആണ് എന്ത് അവരുടെ പ്രയത്നങ്ങളൊക്കെയാണുള്ളത് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് അച്ചീവിങ് ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇസ് ഡയറക്ട്ലി ഡിപ്പെൻഡ് അല്ലെ. ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ സർവീസസ് ഗിവൺ ബൈ ദ ടീം ഓഫ് സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ആൻഡ് ഹോസ്പിറ്റൽ. അതായത് നല്ലൊരു വിദഗ്ധന്റെ ടീമിന്റെ അല്ലെ ആ ഒരു വിദഗ്ധന്റെ മേൽനോട്ടത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ പരിചരണം അത് നല്ലതാണ് എങ്കിൽ അത് നല്ല രീതിയിലാണോ എന്നുള്ളത് എന്തായാലും ഉറപ്പുവരുത്തണം. അത് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് മസ്റ്റ് ആയിട്ടും ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. The entire staff must consider a patient with the forms from the receptionist to cook, arrange the appointments, doctor provide the right treatment to the nurses taking vital status of the patient. അതായത് നമുക്കറിയാം നഴ്സുമാര് നല്ല സ്ഥിതിവിവര കണക്കുകളൊക്കെ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിനും അവിടെ അല്ലെ ഒബ്സർവേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് പോകുന്നുണ്ടോ, ഡോക്ടർമാര് നല്ല ട്രീറ്റ്മെന്റ് തരുന്നുണ്ടോ, അതേമാതിരി തന്നെ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫ് അല്ലെ അവരുടെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടോ, അങ്ങനെ മൊത്തത്തിൽ അല്ലെ അവർക്ക് ഓരോ പേഷ്യന്റിനും വാംഫുൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ സൗകര്യപ്രദമായിട്ടുള്ള സേവനങ്ങൾ ഹോസ്പിറ്റലിൽ ലഭ്യമാക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും വിലയിരുത്തേണ്ടതാണ് അല്ലെ. സംതൃപ്തി എന്നുള്ള ഒരു കൺസിഡറേഷനിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ അവിടെ മസ്റ്റായിട്ടും നല്ലതായിരിക്കണം, അതേമാതിരി തന്നെ നഴ്സുമാരുടെ സേവനം അവിടെ മസ്റ്റായിട്ട് നല്ലതായിരിക്കണം. റിസപ്ഷനിസ്റ്റ് അല്ലെ നമ്മള് ഇൻ കേസ് റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ എത്തുന്നത് മുതൽ അങ്ങ് എൻഡിങ് വരെ നല്ല വ്യക്തമായിട്ട് നല്ല രീതിയിലുള്ള സേവനങ്ങൾ അവിടെ ലഭ്യമാകേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം വിലയിരുത്തേണ്ടതുമാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പോ അടുത്ത പോയിന്റിലേക്ക് പോകാം. ഫസ്റ്റ് നോക്കാം എന്താണ് സോറി വാട്ട് ഹോസ്പിറ്റൽസ് ഡു ദ എൻഹാൻസ് പേഷ്യന്റ് കെയർ സർവീസ്. എന്താണ് അല്ലെ അവര് ചെയ്യുന്നത് എന്നുള്ള കാര്യം. വാട്ട് ഹോസ്പിറ്റൽ ഡു എൻഹാൻസ് പേഷ്യന്റ് കെയർ, ഇത് സർവീസുമായി ബന്ധപ്പെട്ട് എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളുടെ ഒരു രൂപരേഖ നോക്കാം. ഫോർ ദ കറക്റ്റ് വേ ടു ഡയഗ്നോസിസ് ദ ഇൽനെസ് ഇൻ ടൈം അല്ലെ, കൃത്യമായിട്ടുള്ള രോഗം കൃത്യസമയത്ത് തന്നെ അല്ലെ കണ്ടെത്തുന്നതിനുള്ള ടോപ്പ് ടയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മേൽത്തട്ടില് ഇൻ കേസ് ഫ്രണ്ട് ഓഫീസിലെ തലത്തിലൊക്കെ അവർക്ക് എന്താണ് സേവനം വേണം, പക്ഷെ ഏറ്റവും ടോപ്പായിട്ട് നമുക്കറിയാം ഡോക്ടർമാരുടെ സേവനമാണ് മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് അല്ലെ. അവിടെ രോഗം കണ്ടുപിടിച്ച് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഡോക്ടറുടെ സേവനം മറ്റു സേവനങ്ങളെക്കാൾ അപേക്ഷിച്ച് വിലപ്പെട്ടതാണ് അല്ലെ, വിലപ്പെട്ടതല്ലേ. കാരണം നമ്മൾ മറ്റു സേവനങ്ങൾ കുറച്ചാലും കുറഞ്ഞാലും വീട്ടിലെ നല്ല ഡോക്ടർ ആണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും എത്തിപ്പെടും അല്ലെ. കാരണം മറ്റേതിൽ നിന്ന് അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിലും നമ്മുടെ രോഗം മാറുമല്ലോ എന്നുള്ള ഒരു മൈൻഡിൽ നമ്മൾ ആ ഡോക്ടറുടെ സേവനം നേടാനായിട്ട് ശ്രമിക്കും. അതാണ് ആ ടോപ്പ് ടയർ എന്ന് പറയുന്നത്, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അവരുടെ സേവനങ്ങൾ. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് താഴേക്ക് നോക്കാം.
ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്ത് പോകാം. എന്താണ്? ഫോളോ ദ കറക്റ്റ് വേ ടു ഡയഗ്നോസിസ് ദ ഇൽനെസ് ഇൻ ടൈം, അല്ലെ? സമയത്തിന് തന്നെ രോഗം, അല്ലെ, എന്താന്ന് ഡയഗ്നോസ്, രോഗനിർണയം നടത്തിയിട്ട് ട്രീറ്റ്മെന്റ് നടത്തണം, അല്ലെ? അത് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ്, രോഗിയെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ടും രോഗം സുഖമാകണമെങ്കിൽ ബാക്കി എല്ലാ സേവനവും ഉണ്ടെങ്കിൽ കൂടി അവര് ഹോസ്പിറ്റലിലേക്ക് പിന്നെയും പോകാൻ ശ്രമിക്കില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രോഗിയുടെ ഡയഗ്നോസിസ്, എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കുന്നത്, അതിനനുസരിച്ചിട്ട് തുടർ ചികിത്സ നൽകുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് സമയത്തിനുള്ളിൽ തന്നെ, അല്ലെ? ഏത് രോഗിയാണോ അഡ്മിഷന് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ രോഗവുമായി ബന്ധപ്പെട്ട് വരുന്നത്, ആ രോഗിയുടെ രോഗം എന്താണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് ഡയഗ്നോസിസ്, രോഗനിർണയം നടത്തി ചികിത്സ ഉറപ്പാക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊക്കെയാണെന്നുള്ളത് മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. Then increase the improve access to physician. അതായത് അവരുടെ പ്രവർത്തനങ്ങൾ, ഫിസിഷ്യന്റെ ഒക്കെ പ്രവർത്തനങ്ങളൊക്കെ ഇംപ്രൂവ്, അല്ല, മെച്ചപ്പെട്ടതാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. Then recommended the right treatment. അവരെ ശുപാർശ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എല്ലാം, അല്ലെ, റൈറ്റ് ആയിട്ടുള്ള ചികിത്സാ കാര്യങ്ങളാണോ റെക്കമെൻഡ് ചെയ്യുന്നത്. Then offer cost effective treatment plans. അതായത് കോസ്റ്റ് ഒക്കെ വലിയ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള സമ്പ്രദായത്തിലൂടെയാണ്. നമ്മളിപ്പോ ചില ഹോസ്പിറ്റലിലൊക്കെ അറിയാല്ലേ, ചെല്ലുമ്പോ തന്നെ ആ സ്കാൻ വേണം, ബി സ്കാൻ ചെയ്യണം, അല്ലാതെ ആ ടെസ്റ്റ് വേണം, ഈ ടെസ്റ്റ് വേണം, അതൊക്കെ ആദ്യം തന്നെ റെഫർ ചെയ്യും, അല്ലെ? അതൊക്കെ ആയിരിക്കും ആദ്യം തന്നെ പറയുന്നത്. അങ്ങനെയുള്ള രീതിയൊക്കെ ആണെങ്കിൽ എല്ലാ പേഷ്യൻസും സാറ്റിസ്ഫൈഡ് ആവില്ല, അല്ലെ? പക്ഷെ അറിയാം ചില കാര്യങ്ങൾക്ക് എന്തായാലും ടെസ്റ്റും കാര്യങ്ങളും വേണ്ടി വരും. അപ്പൊ അത് കൃത്യമായിട്ടുള്ള രീതിയിലാണ് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യൻസ് സംതൃപ്തരാകും, അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അല്ലാതെ എല്ലാത്തിനും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാല്ലേ, ചെലവേറിയ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ആരും തയ്യാറാവില്ല. ശരിയല്ലേ? ആണോ? ഓക്കെ, അപ്പൊ അതാണ് അതിലെ, അല്ലെ? നമ്മളൊക്കെ അറിയാം, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനാവശ്യ ടെസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം ഏത് രോഗമാണോ ആ രോഗം എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അതിലേക്ക് ചികിത്സ ലഭ്യമാകണം, അല്ലെ? നൽകുന്ന മെഡിസിൻസ് കൊണ്ട് തന്നെ അത് ഭേദമായി പോകാനായിട്ട് പറ്റിയിരിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംതൃപ്തി. ഏത് രോഗിക്കും ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്നത് അതായിരിക്കും. ഇത്ര സമയത്തിനുള്ള എന്റെ രോഗം മാറി, അല്ലെങ്കിൽ അത് കഴിച്ചപ്പോൾ തന്നെ എന്റെ രോഗത്തിന് പകുതി ശമനം വന്നു, അല്ലെ? അത് ഏറ്റവും കൂടുതൽ തൃപ്തി തരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതെന്തായാലും ഇവാലുവേറ്റ് ചെയ്യണം. നെക്സ്റ്റ് നോക്കാം, പ്രൊവൈഡ് ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ്. അതായത് ഡിസ്ചാർജിന് ശേഷം, അല്ലെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് രോഗി അഡ്മിഷനൊക്കെ വരികയാണെങ്കിൽ അവര് തീർച്ചയായിട്ടും ഡിസ്ചാർജ് കഴിഞ്ഞതിന് ശേഷവും ഗുണനിലവാരമായിട്ടുള്ള ചികിത്സ ഇടയ്ക്കിടയ്ക്കൊക്കെ, അല്ലെ, വീണ്ടും ചെക്കപ്പിനും കാര്യങ്ങളൊക്കെ വരേണ്ടതുണ്ടെങ്കിൽ അതുമായി തുടർ ചികിത്സയൊക്കെ ലഭ്യമാകുന്നതും കൃത്യമായിട്ടാണോ എന്നുള്ളതൊക്കെ അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ സംതൃപ്തി എന്ന ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല ഗുണനിലവാരമുള്ള ട്രീറ്റിംഗ്. അത് കറക്റ്റ് സമയത്തിനുള്ള കറക്റ്റ് ഡയഗ്നോസിസ് നടത്തി അധികം ചെലവില്ലാത്ത രീതിയിൽ ആ രോഗിക്ക് പ്രദാനം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംതൃപ്തി അളവുകോലാണ്. ഓക്കെയാണോ? ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം. ഓക്കെ, ഓക്കെ അല്ലേ? ഞാൻ അതിന്റെ ഒരു ചെറിയൊരു ഡയഗ്രാം കൂടി തന്നിട്ടുണ്ട്, ജസ്റ്റ് നോക്കാം. ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സെന്റേർഡ് കെയർ, അല്ലെ? അവിടെ പേഷ്യന്റിന്റെ
കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അതായത് അവർക്ക് നല്ലൊരു ചികിത്സയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫസ്റ്റ് പറയുന്നത് ടൈമിലി ഡയഗ്നോസിസ് ഓഫ് അല്ലെ, അത് പ്രധാനമായിട്ടും പറയുന്നത് കൃത്യമായിട്ട് തന്നെ ഡയഗ്നോസിസ് നടത്തുക. അവിടെ രോഗനിർണയം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഒരു രോഗി ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കുക എന്താണ് രോഗം അല്ലെ. ലക്ഷണങ്ങൾ പറയുമ്പോൾ തന്നെ ചില ഡോക്ടേഴ്സിന് പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്യാൻ സാധിക്കും ഇന്ന രോഗമാണെന്ന്. ചില രോഗികളുടെ ഇൻ കേസ് പാസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ അപ്പൊ ഓക്കെ അതിന് എന്താണ് പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും ഈ പ്രസന്റിൽ വന്നേക്കുന്ന ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങളെല്ലാം ഇന്നതാണ് അല്ലെ. അങ്ങനെ കേൾക്കാറില്ലേ? ഓക്കെ, അപ്പൊ നമുക്കറിയാം അല്ലെ, ചില ഡോക്ടറിന്റെ കഴിവാണ് അത്, എബിലിറ്റിയാണ്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദെൻ സെക്കൻഡ് വൺ എന്താ പറയുന്നത്, ഇൻക്രീസ് ആക്സസ് ടു എന്താണ് ഫിസിഷ്യൻസ്. അവര് അല്ലെ കുറച്ചും കൂടി നല്ല രീതിയിൽ അവർക്ക് പെട്ടെന്ന് ഇടപെടാൻ പറ്റുന്നു അല്ലെ. അവർക്ക് ആ ഫിസിഷ്യന് എത്രയും പെട്ടെന്ന് രോഗിയിലേക്ക് അവരുടെ രോഗാവസ്ഥയിലേക്ക് ഇടപെടാനായിട്ട് സാധിക്കുന്നു. പിന്നെ എന്താണ് പ്രധാനമായിട്ട് എന്താണ് പ്രൊവൈഡ് എന്താണ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്സ് ആൻഡ് ക്വാളിറ്റി കെയർ. അവർക്ക് നല്ല എഫക്റ്റീവായിട്ട് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ലഭ്യമാക്കാനായിട്ട് സാധിക്കുന്നു. ഗുണനിലവാരത്തോടു കൂടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ലഭ്യമാക്കാനായിട്ട് സാധിക്കുന്നു. ഇതിനെന്താണ് പ്രധാനമായിട്ടും പറയുന്നത് ഗിവ് അൺകണ്ടീഷണൽ ലവ് ആൻഡ് അല്ലെ, അവരോട് നല്ല സൗമ്യമായ രീതിയിൽ എന്താ പറയാ, രോഗം എന്ന് പറയുന്ന രോഗി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ ഒരു അറ്റാച്ച്മെന്റ് നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ചിലപ്പോൾ ഒരു പക്ഷേ ചില ഡോക്ടേഴ്സിന് രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറ്റിയെന്ന് വരും, പക്ഷെ ആ ഒരു പേഷ്യന്റിനോട് നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാൻ പറ്റിയില്ല എന്ന് വരും. അപ്പൊ അങ്ങനെ ആവരുത്, നല്ലൊരു റിലേഷൻ, നല്ലൊരു സ്നേഹത്തോട് കൂടിയിട്ട് അവരോട് പെരുമാറാനായിട്ടുള്ള ഒരു പരിഗണന കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. then എന്താണ് വീണ്ടും പറയുന്നത് റെഡ്യൂസ് അൺനെസസറി ഫോളോ അപ്പ് വിസിറ്റേഴ്സ്. ഇൻ കേസ് വീണ്ടും വീണ്ടും വരാനായിട്ട് അല്ലെ, രോഗത്തിന് മാത്രം ചികിത്സ ലഭ്യമാക്കേണ്ട കാര്യമുള്ളൂ. ഇൻ കേസ് രോഗമൊന്നും ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും വന്ന് അവരെ അല്ലെ വിഷമിപ്പിക്കേണ്ട അല്ലെങ്കിൽ കോസ്റ്റ് വെറുതെ കളയേണ്ട ആവശ്യകതയൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് ആവാം. നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തേണ്ട അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഫോളോ അപ്പ് ഒന്നും വരുത്തേണ്ട, അങ്ങനെ അനാവശ്യ ചെലവുകളൊന്നും ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു ട്രീറ്റ്മെന്റ് ലഭ്യമാക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ സമയത്തിനുള്ള രോഗം എന്താണെന്ന് കണ്ടുപിടിക്കണം. പെട്ടെന്ന് തന്നെ രോഗിയിലേക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ആ ഒരു സംവിധാനത്തിലേക്ക് എത്തണം. ഒപ്പം കോസ്റ്റ് കുറയ്ക്കണം. നല്ല രീതിയിലുള്ള ഒരു ബന്ധം ഒരു പേഷ്യന്റുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം അല്ലെ, ലവ് ആൻഡ് അഫെക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടും സാധ്യമാക്കണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ട്രീറ്റ്മെന്റുമായിട്ട് അല്ലെ, ഡോക്ടറും ബന്ധപ്പെട്ട ആ ട്രീറ്റ്മെന്റുമായിട്ട് അവർക്ക് എന്താണ് അവരോട് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ നടത്തുമ്പോൾ തൃപ്തികരമായിട്ടുള്ള ആൻസർ ആയിരിക്കും അവര് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓരോ പേഷ്യന്റും നൽകുന്നത് അല്ലേ, ആയിരിക്കില്ലേ? ആണോ? ഓക്കെ, ഇതെല്ലാം നമുക്കറിയാം. വരുമ്പോ തന്നെ കുറെ ഹിസ്റ്ററി ഒക്കെ കേട്ട് കുറച്ച് മെഡിസിൻ ഒക്കെ എഴുതി കുറച്ച് ടെസ്റ്റ് ഒക്കെ എഴുതി നമ്മൾ പറഞ്ഞു കഴിച്ച് 2 ദിവസം കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ മെഡിസിൻ ഒക്കെ കഴിച്ചു വെക്കാൻ പറഞ്ഞ് നമ്മൾ ആ റിസൾട്ട് ഒക്കെ കൊണ്ടുവന്ന് വീണ്ടും അല്ലെ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം അയ്യോ ഡോക്ടർ എന്താ മനസ്സിലാവുന്നില്ല അല്ലെ, നമുക്ക് ഒരു തൃപ്തി ഉണ്ടാവില്ല. അതേസമയം സമയത്തിന് തന്നെ അല്ലെ, നമുക്ക് ചില രോഗങ്ങൾ നമുക്കറിയാട്ടോ പെട്ടെന്ന് തന്നെ അവർക്ക് ഡിസൈഡ് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പൊ മസ്റ്റ് ആയിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ട് വരും. അത് തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് പറയുകയും ചെയ്യും അല്ലെ, ഇതിന്റെയൊക്കെ ലക്ഷണം വെച്ചിട്ട് നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല, നമുക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് മാത്രം തീരുമാനിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അത് നമുക്കും അല്ലെ പേഷ്യൻസ് ആണെങ്കിൽ അവർക്കും അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഇതുണ്ടാവും. അതെല്ലാം ചില ഡോക്ടേഴ്സ് അല്ലെ, എല്ലാ സമയവും ഡോക്ടർ ഇങ്ങനെ തന്നെയാവുമ്പോൾ നമുക്കൊരു ഇതാണ് അല്ലെ, എല്ലാ പേഷ്യൻസിനോടും ഇങ്ങനെ തന്നെയാണെങ്കിൽ ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ ചില റയർ കേസുകളിൽ തീർച്ചയായിട്ടും ഇങ്ങനെയും അംഗീകരിക്കേണ്ടതായിട്ട് വരും. ടെസ്റ്റും കാര്യങ്ങളും തന്നെ മസ്റ്റായിട്ടും ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെ ഡോക്ടറിനെ നമ്മൾ ആ ഒരു നല്ല ട്രീറ്റ്മെന്റിലേക്ക് തൃപ്തികരമായിട്ടുള്ള ആൻസറുകൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ആണോ? അടുത്ത ഇതിലേക്ക് പോകാം. ഓക്കെ,
അപ്പൊ അത് പേഷ്യന്റുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. പേഷ്യന്റിനോട് ചോദിച്ചറിയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഓക്കെയാണ്, തൃപ്തികരമാണ്. ഇനി അതേമാതിരി തന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ പ്രകടനങ്ങൾ കൂടി നമ്മൾ എപ്പോഴും വിലയിരുത്തണം അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ കാര്യം, നമ്മൾ ഫിസിഷ്യന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി. അതേമാതിരി തന്നെ മറ്റു വർക്കേഴ്സുകളും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ നോക്കാം. ഇറ്റ് ഈസ് നെസസറി ടു കീപ്പ് എന്താണ് ടു നോ പെർഫോമൻസ് ഓഫ് ഹെൽത്ത് ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ പ്രകടനം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, അറിഞ്ഞിരിക്കണം. എന്താണ് ഇറ്റ് ഈസ് നെസസറി ടു കീപ്പ് ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. റെഗുലർ ആയിട്ടുള്ള ഇന്റർവെൽസിനിടയ്ക്ക് ഇവരുടെ പെർഫോമൻസുകളൊക്കെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഹാപ്പി സ്റ്റാഫ് വിൽ ഗീവ് ബെറ്റർ പേഷ്യന്റ് കെയർ. നല്ല സംതൃപ്തമായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ സ്റ്റാഫുകളാണെങ്കിൽ അവരെ നല്ല പരിചരണം ഓരോ പേഷ്യന്റിനും ലഭ്യമാക്കും. നമുക്കറിയാം സ്ട്രെസ്സോട് കൂടിയിട്ടൊക്കെയാണ് വർക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു റിസൾട്ട് പേഷ്യന്റിന്റെ കെയറിലും കാണും. അതേസമയം നല്ല ഫ്രീ ആയിട്ട് അല്ലെ, നല്ല എന്താണ് സ്ട്രെസ് ഒന്നും ഇല്ലാതെ നല്ല ഹാപ്പി മൂഡിലാണെങ്കിൽ അത് നല്ലൊരു സേവനം തന്നെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കാനും സാധിക്കും. ഇഫ് പേഷ്യന്റ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് their visit, there's a possibility that patients will choose for services from another provider. ഓക്കെ, നമ്മള് പേഷ്യൻസുകളെല്ലാം എന്താണ് എപ്പോഴും നല്ലൊരു സേവനമാണ് ഇവര് നല്ല സേവനമല്ല നൽകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും അവർ ഓപ്ഷൻ ഉണ്ടാക്കുക. ഒരു ഹോസ്പിറ്റലിൽ നല്ല സേവനങ്ങളല്ല അവർ ലഭ്യമാക്കുന്നതെങ്കിൽ പേഷ്യന്റ് പിന്നെ എന്താ ചെയ്യാം? ഇങ്ങനെ കേട്ടിരുന്നാൽ മാത്രം പോരാ, ഇടയ്ക്കൊക്കെ ഒന്ന് റിപ്ലൈ ചെയ്യാം. ഓക്കെ, പോവില്ല, അവിടേക്ക് പോവില്ല അല്ലെ, വേറൊരു പ്ലേസിലേക്ക്, വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് സന്നദ്ധരാകും. ഓക്കെ, ഗുഡ്. അപ്പൊ എന്താണ് അവര് ചൂസ് ചെയ്യും അല്ലെ, അനദർ സർവീസുകളിലേക്ക് പോകാനായിട്ട് അവര് ശ്രമിക്കും അല്ലെ. അതാണ് അവിടെ പറയുന്നത്. ഇപ്പൊ പേഷ്യന്റ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് their visit, there is a possibility that the patients will choose for a service from another provider. Therefore, it is necessary to listen to the patients, which will make them feel strengthened. അതുകൊണ്ട് തന്നെ അവരെ സംതൃപ്തിപ്പെടുത്തണം. തീർച്ചയായിട്ടും പേഷ്യൻസിനെ ലിസൺ ചെയ്യണം, അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം, അവരുടെ ആവശ്യങ്ങളൊക്കെ അറിയുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവർ പേഷ്യന്റ് ഇവിടേക്ക് വീണ്ടും വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ അറിയുന്നുണ്ട് എന്ന് വെച്ചാൽ മാത്രമാണ് അവരെ ശക്തിപ്പെട്ട് അല്ലെ അവര് വീണ്ടും അവിടേക്ക് കടന്നു വരികയുള്ളൂ. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം നല്ല ഹാപ്പിയോട് കൂടിയിട്ട്, നമുക്കറിയാം ചിലപ്പോ ഡോക്ടേഴ്സിന്റെ സേവനമൊക്കെ ഒക്കെ ആയിരിക്കും, പക്ഷെ അവിടെ നഴ്സുമാര് തമ്മിൽ ഭയങ്കര സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സമയത്തിന് ഇവർക്കൊന്നും അല്ലെ കിട്ടിയെന്ന് വരില്ല. അപ്പോഴും എന്താണ് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് അല്ല, അവര് വേറെ ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് സ്റ്റാഫുകൾ നല്ല അല്ലെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അത് റെഗുലർ ആയിട്ട് തന്നെ നോക്കേണ്ടതുണ്ട്, വിലയിരുത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ, പേഷ്യൻസും അവിടെ വരാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. ഒരുപാട് ഞാൻ എടുത്ത് നശിപ്പിക്കുന്നില്ല, ഞാൻ ഒരു അരമണിക്കൂറും കൂടെയാണ് കൂടുതൽ എടുക്കാന്ന് വെച്ചുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഒന്നിച്ച് നിങ്ങളിങ്ങനെ 2 മണിക്കൂറും എന്നെ കേട്ടുകൊണ്ടിരുന്ന പോരായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു ചാപ്റ്ററിൽ സാറ്റിസ്ഫാക്ഷൻ മാത്രമേ കേൾക്കുന്നുള്ളൂ. അതെല്ലാം നമ്മൾ ഓരോ ടോപ്പിക് ആണെന്നെങ്കിൽ ഇച്ചിരി കൂടി കേൾക്കാനല്ലേ ഒരു കണ്ടിന്യൂറ്റി, ഒരു രസം ഉണ്ടായിരുന്നേനെ. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അടുത്തൊരു ഇത് അല്ലെ, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നോക്കാം. വാട്ട് ക്യാൻ ദ ഹോസ്പിറ്റൽ ഡു ഇറ്റ് ഇംപ്രൂവ് സ്റ്റാഫ് പെർഫോമൻസ്. ഇങ്ങനെ വരുമ്പോൾ ഈ സ്റ്റാഫുകളുടെ പെർഫോമൻസ്, പ്രകടനം എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ ചെയ്യാനായിട്ട് സാധിക്കാം? ജനറേറ്റ് വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ്. സ്റ്റാഫുകൾക്കൊക്കെ എന്താണ് നല്ലൊരു അല്ലെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, അതായത് പരസ്പരം എല്ലാവരോടും നല്ല അല്ലെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ തന്നെ, ആരും എന്താണ് പേടിച്ചും വരണ്ടും ഒന്നും ജോലി ചെയ്യേണ്ട ഒരു ഇത് വരാത്ത രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. എൻഷുർ ഹോസ്പിറ്റൽ സ്റ്റാഫ് അണ്ടർസ്റ്റാൻഡ് ദിയർ റെസ്പോൺസിബിലിറ്റി. ഓരോ സ്റ്റാഫിനും അവരുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെ, ആ ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി അവർ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. Ensure hospital staff understand their responsibility. അവരവരുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അവര് ഉത്തരവാദിത്ത ബോധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവര് ആ കെയറുകൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുക അല്ലെ. കണ്ടക്ട് ഹോസ്പിറ്റൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവീസ്. അവിടെ എന്തെങ്കിലും അല്ലെ അവിടെ ഇൻ കേസ് സ്റ്റാഫുകള് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു
അവര് നല്ല രീതിയിൽ സേവനം പേഷ്യന്റിന് ലഭ്യമാക്കില്ല അല്ലെ. അപ്പൊ അവര് തൃപ്തരാണോ എന്നുള്ളത് എന്താണ് ഏതെങ്കിലും സർവേ രീതിയിൽ തന്നെ മനസ്സിലാക്കുക. എന്താണ് അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കേണ്ടതാണ് അല്ലെ. ചിലപ്പോ ഒക്കെ ഓവർ ഡ്യൂട്ടികളൊക്കെ കേസ് ഷിഫ്റ്റ് ഡ്യൂട്ടികളൊക്കെ ആണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ എപ്പോഴും കൊടുക്കുമ്പോൾ അവരൊന്നും തൃപ്തരാവില്ല അല്ലെ. നമുക്ക് എന്താണ് കൃത്യമായിട്ടുള്ള വേജസ് മാത്രമല്ല അല്ലെങ്കിൽ സാലറി മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നത്, പലതരത്തിലുള്ള അറ്റ്മോസ്ഫിയറും അല്ലെ അന്തരീക്ഷങ്ങളും അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്തെങ്കിലുമൊക്കെ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കൊടുക്കേണ്ടതാണ്. മോട്ടിവേറ്റ് നോൺ പെർഫോമൻസ് ടു എൻഹാൻസ് ദെയർ പെർഫോമൻസ്. അതായത് എന്തെങ്കിലും നല്ല പ്രകടനമല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അതിലേക്ക് നല്ലതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിലേക്കൊക്കെ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ചിലപ്പോൾ ആണെങ്കിൽ മോശം പ്രകടനമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോ ഒക്കെ സ്പീഡും കാര്യങ്ങളൊക്കെ കുറവുണ്ടായെങ്കിൽ അല്ലെ അത് നല്ല പ്രകടനത്തിലേക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ദെൻ റിവാർഡ് ബെസ്റ്റ് പെർഫോമർ. അതായത് നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനീഷ്യേറ്റീവായിട്ട് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അവർക്ക് റിവാർഡൊക്കെ കൊടുക്കുക. അങ്ങനെ വരുമ്പോഴെന്താണ് ഓരോ പേഷ്യൻസിന്റെ ശുശ്രൂഷിക്കാനായിട്ട് എന്താണ് ഓരോ സ്റ്റാഫുകളും നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യും. നമ്മള് ഹ്യൂമൻ റിസോഴ്സിലൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ എന്തായാലും നിങ്ങൾ പഠിച്ചപ്പോൾ അത് മനസ്സിലാക്കി പോയിട്ടുണ്ടാവും. അതായത് റിവാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവരെ സാറ്റിസ്ഫൈഡോട് കൂടിയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ സാറ്റിസ്ഫൈഡോടുകൂടി വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പേഷ്യൻസിന് നല്ല തൃപ്തികരമായിട്ടുള്ള സേവനം ലഭ്യമാകും, അവരും ഓക്കെയാവും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ഡയഗ്രാം കൂടിയുണ്ട്. ഓക്കെ അല്ലേ? ഒക്കെയാണ് അവിടെ സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണുള്ളത്. അതായത് അവരുടെ പെർഫോമൻസ് ഇച്ചിരി കൂടി അല്ലെ സ്ട്രാറ്റജീസ് ആണ്, തന്ത്രങ്ങളാണ് ആ ഒരു സ്റ്റാഫുകളുടെ ആ ഒരു എന്താണ് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഘടകങ്ങൾ അല്ലെ. അതുമായി ബന്ധപ്പെട്ട നടപ്പാക്കലുകളാണ്. ഫസ്റ്റ് നോക്കാം. അതില് രണ്ട് പോയിന്റ്സ് പറയുന്നുണ്ട്. ഇംപ്രൂവ് വർക്ക് എൻവയൺമെന്റ്, ഇംപ്രൂവ് ദ വർക്ക് എൻവയൺമെന്റ്. അതായത് നല്ല രീതിയിൽ ആ എൻവയൺമെന്റ് അതായത് വർക്ക് ചെയ്യാനായിട്ടുള്ള പ്ലേസുകൾ അല്ലെ അത് ഇംപ്രൂവ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വികസിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിലനിർത്തുക. നമുക്കറിയാം ഒരു സുപ്പീരിയർ അല്ലെ മസ്റ്റായിട്ടും അങ്ങനത്തെ ഒരു ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനൊക്കെ ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്യാൻ അവർക്ക് പേടിയായിരിക്കും അല്ലെ. അതേസമയം നല്ലൊരു അന്തരീക്ഷമാണ് എങ്കിൽ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഒക്കെ ആണ് എങ്കിൽ അവിടെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അവരുടെ ഡ്യൂട്ടി ചെയ്യാനൊക്കെ ആയിട്ട് അവർ തയ്യാറാവും. നെക്സ്റ്റ് എന്താണ്? ട്രീറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട്. അതോടൊപ്പം തന്നെ എന്താണ് എല്ലാവരും ബഹുമാനിക്കുന്നവരെ ബഹുമാനിക്കുകയും വേണം അല്ലെ. അല്ലെങ്കിൽ നമുക്കറിയാം മേലധികാരികൾക്ക് ഇവർക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർദ്ദേശങ്ങൾ അവര് അല്ലെ പാലിച്ചില്ല എങ്കിൽ റെസ്പെക്ടോട് കൂടിയിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് അല്ലെ. ഇപ്പൊ ഒരു മതിയായ ഒരു അകലം അവിടെ ഉണ്ടായിരിക്കണം. എന്നാ ഭയങ്കര കർക്കശത്തോടുകൂടിയുള്ള ഒരു ഇടപെടലും പാടില്ല അല്ലെ. മിതമായ റെസ്പെക്റ്റും വേണം, എന്നാൽ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. പ്രൊവൈഡ് ഫീഡ്ബാക്ക് റെഗുലർലി. അതായത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഫീഡ്ബാക്കുകൾ എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നൽകുന്ന ഡ്യൂട്ടി ഓവർലോഡ് ആണോ, അല്ലെ ഇൻചാർജ് ഉള്ള നഴ്സുമാർ തരുന്ന ഡ്യൂട്ടികളൊക്കെ ഓവർലോഡ് ആണോ, ഒരു ഡ്യൂട്ടി കഴിയുമ്പോഴൊക്കെ അത്യാവശ്യം ഓക്കെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ഫീഡ്ബാക്കുകളൊക്കെ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ദെൻ എന്താണ്? ബി എംപത്തറ്റിക് ഫോർ മോട്ടിവേറ്റിംഗ് ഓൺ പെർഫോമൻസ്. ബി എംപത്തറ്റിക് ആൻഡ് മോട്ടിവേറ്റിംഗ് ഓൺ പെർഫോമൻസ്. അതായത് അവരുടെ പെർഫോമൻസ് അല്ല എങ്കിൽ, നല്ല പ്രകടനം അല്ല എങ്കിൽ അവർക്ക് അതനുസരിച്ചിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുക. എന്ന് വെച്ചാൽ അത് നല്ല പ്രകടനത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ സാലറി ഒക്കെ ചിലപ്പോൾ ഇച്ചിരി കൂടിയും ഇൻക്രീസ് ചെയ്തിട്ട് അല്ലെ ഒരുപാട് വർക്ക് ചെയ്തിട്ടും അവർക്ക് മതിയായ സാലറി ഒന്നും ലഭ്യമല്ല എങ്കിൽ അവര് എന്താണ് നല്ല പ്രകടനമൊന്നും കാഴ്ചവെക്കില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും പ്രേരക ഘടകങ്ങളെല്ലാം എന്താണ് അതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കി കൊടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവര് അത് വർക്ക് ചെയ്യാൻ തയ്യാറാകും. Then acknowledge and reward best performance. അതായത്
അവർക്ക് എല്ലാ കാര്യങ്ങളും അല്ലെ നന്നായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും റിവാർഡ് അംഗീകാരങ്ങൾ അല്ലെങ്കിൽ ഇൻ കേസ് മോണിറ്ററി ആണെങ്കിൽ നോൺ മോണിറ്ററി ആയിട്ടുള്ള അംഗീകാരങ്ങൾ കൊടുക്കുക, സാലറി കൂട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അംഗീകാരങ്ങൾ എന്തെങ്കിലും മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ലീഡർഷിപ്പ് വഹിക്കാനോ അതല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആ സ്ഥാപനത്തിൽ തന്നെ നല്ല ഹാപ്പിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവിടുത്തെ സ്റ്റാഫുകൾ തയ്യാറാവുകയും ചെയ്യും. അതിന്റെ റിസൾട്ട് പേഷ്യന്റിന് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഞാൻ അധികം പോരടിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ എടുക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ടൈമിൽ വരുമ്പോൾ ഞാൻ നോട്ട് ചെയ്ത് തരാം പോയിന്റ്സുകള്. ഓക്കെ, ഈ ചാപ്റ്റർ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം, അതിനോടൊപ്പം തന്നെ നോട്ട് ചെയ്ത് മാത്രം. ഓക്കെ, താങ്ക് യു.